അടുത്തത് വരാം. ഇനി നമുക്ക് നോക്കാം അന്ത്യകാല ലക്ഷണങ്ങളിൽ ചിലത് പറയാം. നമ്മൾ നിൽക്കുന്ന തലമുറ എത്ര ഭയങ്കരമാണെന്നറിയാവും. കർത്താവ് 21 അടയാളം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ പ്രസംഗങ്ങൾ കേൾക്കുന്ന ജാതിയോടും രാജ്യത്തോടും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടുന്ന കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്ര അച്ചട്ട ഇന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17:26. ലൂക്കോസിൻ്റെ സുവിശേഷം 17:26. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. ദൈവമക്കളെ, നമ്മൾ ആ മലയാള ഭാഷയിൽ എത്ര കറക്റ്റ് നോക്കി. നമ്മൾ പറയത്തില്ലേ, ചാക്കോച്ചൻ്റെ കാറ് പോലെ എനിക്കൊരു കാറ് വേണം, അന്നാമ്മയുടെ സാരി പോലെ എനിക്കൊരു സാരി വേണം, തോമാച്ചൻ്റെ ഷർട്ട് പോലെ എനിക്കൊരു ഷർട്ട്. കർത്താവ് പറയുക, നോഹയുടെ കാലത്തെ പോലെയുള്ളൊരു കാലം വരും, ഓർത്തോണം, അന്ന് ഞാൻ വന്ന് നിങ്ങളെ ചേർക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. മനുഷ്യപുത്രന്റെ നാളെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ചേർക്കാൻ വരുന്ന ദിവസം. കാലത്ത് എന്തോ അതേ ടിപ്പിക്കൽ സിസ്റ്റം ലോകം മുഴുവൻ. വായിക്കാം, എന്തായിരുന്നു നോഹയുടെ കാലത്തെ കുഴപ്പം. ഉൽപ്പത്തി 6:5, ജനസിസ് 6:5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിക്കേ, ഇത്രയും ദുഷ്ടതയുള്ളൊരു ലോകം ഇതിന് മുൻപുണ്ടായിട്ടുണ്ടോ? സകല വാർത്താമാധ്യമങ്ങളിലെയും വാർത്ത ദുഷ്ടതയുടേതല്ലേ? ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ മുഴുവൻ ദോഷമല്ലേ? ചതിവ്, വഞ്ചന, തട്ടിപ്പ്, വെട്ടിപ്പ്, മ്ലേച്ഛത ആണോ? ഭൂമിയിൽ മനുഷ്യന്റെ ചിന്തകളൊക്കെ ദോഷം. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, നശിപ്പിക്കുക, തേജോവധം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക ആണോ? ഈ യൂട്യൂബിൽ കൂടെ എത്ര പേരെയാ തേജോവധം ചെയ്യുന്നത്? എത്ര ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെയാ യൂട്യൂബിൽ കൂടെ തേജോവധം ചെയ്യുന്നത്? എന്തുവാ? പ്രസംഗത്തിൻ്റെ ഒരു മൂല എടുത്തിട്ടേ ബാക്കിയെല്ലാം കൂടെ കാണിക്കും. ദാ ദുഷ്ടത. ഇത്രയും ദുഷ്ടതയുള്ള കേരളത്തെ കാണരുത്, ലോകത്തെ മുഴുവൻ കാണണം. ആർക്കും ആരെയും വിശ്വസിക്കാൻ മേലാത്ത ഒരു കാലം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ സന്ധ്യയ്ക്ക് ഒരു അപരിചിതം വന്നാൽ കയറ്റി കിടത്തുവോ? കിടത്താനൊക്കത്തില്ല. ഞാൻ കിടത്തത്തില്ല. ഇവൻ എന്നാ കോളും കൊണ്ടാണ് വരുന്നതെന്ന് അറിയത്തില്ല. തമിഴ്നാട്ടിൽ നിന്നൊരു ജോലിക്കാരിയെ ഒരാൾ എനിക്ക് കൊണ്ടു തന്നു. 4 ദിവസം കഴിഞ്ഞപ്പം അതിന് പോകണം. ഞാൻ എന്തിനാ പോകുന്നത്? ഇവിടെ എന്നാ ഒരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നാ അതിനോട് വളരെ ബഹുമാനത്തിൽ പറഞ്ഞു, സാറേ എന്നാ എൻ്റെ മകന് സുഖമില്ല, അവന് കൂടുതലാണ്, ഫോണിൽ വന്നു മൊബൈലിൽ, അതുകൊണ്ട് പോകണം. പിന്നെ പോകാതിരിക്കാനൊക്കെ ഞാൻ ഒന്നും നോക്കാതെ 2 മാസത്തെ ശമ്പളവും കൊടുത്ത് ഒരാളിനെ കൂട്ടി വിട്ടു. ഒറ്റയ്ക്ക് വിടേണ്ട ഒരു സ്ത്രീയല്ലേ കൊണ്ടാക്കിയേക്കാം. ഇവളാ പോകുന്ന വഴിക്ക് അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുക, എൻ്റെ 1 ലക്ഷം രൂപ വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ ഞാൻ എടുത്തെന്ന്. കളി എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. 4 ദിവസം വീട്ടിൽ താമസിച്ച് 1 മാസത്തിന് വരെ 2 മാസത്തെ ശമ്പളവും കൊടുത്ത് ഒരാളെ കൂട്ടി അങ്ങോട്ട് വിട്ടത്. ഷെൽട്ടർ ആയിക്കോട്ടെ. അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ ആ സാറിനെ വീട്ടിൽ താമസിക്കും, എൻ്റെ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അത് ആ പുള്ളി എടുത്ത് പിടിച്ചാണ്. ആ പോലീസ് ഇൻസ്പെക്ടർ മിടുക്കനായിട്ട് തിരിച്ചും മറിച്ച് 7 ചോദ്യം ചോദിച്ചപ്പം പറഞ്ഞു, നീ എവിടെ നിന്ന് കിട്ടി നോട്ട്, എന്നാ 100ൻ്റെ എത്ര ഉണ്ട്, 500ൻ്റെ എത്ര ഉണ്ട് ചോദിച്ചപ്പം ഒടുവിൽ അവൾ പറഞ്ഞു, എനിക്ക് ആ പുള്ളി അമേരിക്കയ്ക്കൊക്കെ പോകുന്ന ആളാണ്, ഒത്തിരി കാശുള്ള ആളെന്ന് അറിഞ്ഞ ഒരു പാസ്റ്ററാ, വല്ലതും കിട്ടുന്നത് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. നടന്ന സംഭവം എൻ്റെ വീട്ടിൽ. ഇത്ര ദുഷ്ടതയുള്ള ഒരു തലമുറ. എൻ്റെ കർത്താവ് പറഞ്ഞ ആ തലമുറ ലോകത്തിൽ വരുമ്പോൾ ബുദ്ധിയുള്ളവർ ഓർത്തോണം, ഇത് നോഹയുടെ കാലമാ എങ്കിൽ മനുഷ്യപുത്രന്റെ കാലം. കുടുംബങ്ങൾ തകരുന്നില്ലേ? വിവാഹമോചനം എത്ര ഭയങ്കരമാ! വിവാഹമോചനം എത്ര ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ആർക്കും ആരെയും ഭയമില്ല, നേതൃത്വത്തെ ഭയമില്ല, ഭരണകൂടത്തെ ഭയമില്ല, അപ്പന് മക്കളെ ഭയമില്ല, മക്കൾക്കും അപ്പനെ മക്കളെ ഭയമില്ല. ആണോ? ഉണ്ടോ? ഇല്ല.
ഭാര്യയ്ക്ക് ഭർത്താവിനെ പഴയ പോലെ പേടിയുണ്ടോ? സഹോദരന്മാരെന്നോട് പിണങ്ങരുത്. ഞാൻ മതി എൻ്റെ പ്രായം വെച്ച് ഞാൻ കണക്ക് അസസ് ചെയ്യും സിസ്റ്റം. ഒരു 80 വർഷം മുമ്പേ ഗൃഹനാഥനായ ചാക്കോച്ചൻ ഗൃഹനാഥിയായ അന്നമ്മയോട് പറയും, അന്നമ്മേ വേഗം ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് പോവാ. അന്നമ്മ മിനിറ്റ് വെച്ച് കൊണ്ട് കൊടുക്കും. ഇന്ന് ചാക്കോച്ചൻ അങ്ങനെയല്ല പറയുന്നത്, അന്നമ്മേ ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വരാമോ? കാരണം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞ അന്നമ്മ ചാക്കോച്ചനോട് ചോദിക്കും, അതിനാ നിങ്ങൾ തിളപ്പിച്ച ചായ തിളക്കത്തില്ലേ? ശരിയാണോ? ശരിയാണോ ആൻറ്റി ഞാൻ പറഞ്ഞത്? അതാ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുത്. അടുത്തത് കേട്ടോണം. കർത്താവ് പറഞ്ഞ വായിച്ചേ, ലോകന്നാൻ ലൂക്കോസ് 17:26 മുതൽ വായിച്ചേ. ലൂക്കോസ് 17:26 മുതൽ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. അടുത്തത്, നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അടുത്ത വാക്യം. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അടുത്ത വാക്യം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചു. നോക്കി, ഇത്ര കറക്റ്റ് പ്രവചനം കർത്താവ് ദൈവമായോണ്ട് കറക്റ്റായിട്ട് വന്നത്. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും. അവർ മതി. എന്താ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത്? സൊദോം ഗൊമോറ പട്ടണം എന്തുകൊണ്ട് തമ്പുരാൻ കത്തിച്ചു? ദൈവം നടത്തിയ ആക്ഷന സൊദോം ഗൊമോറ പട്ടണം കത്തിച്ച സൾഫർ സ്പ്രേ ചെയ്തു. അതാണ് ഇന്നത്തെ ചാവുകടൽ, ഡെഡ് സീ. അവിടെ പുരുഷന്മാർ തമ്മിൽ സ്ത്രീകൾ തമ്മിലും ലൈംഗിക ബന്ധം നിലർത്തി. സെയിം സെക്സ് ബന്ധം അന്നവിടെ നടത്തി. അതിൻ്റെ തെളിവാ ദൂതന്മാരെ കിട്ടി. ഞങ്ങൾക്ക് വേണമെന്ന് ദൂതന്മാരെ ഇങ്ങോട്ട് വിട്ടതാ, ഞങ്ങൾക്ക് അവരുമായിട്ട് സെക്സ് നടത്തണമെന്ന്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിക്കേ, വ്യാപകമല്ലേ? വ്യാപകമാണോ? അവർക്ക് സംഘടനയുണ്ട്, അറിയാവോ? നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മൾ നല്ലൊരു ഗ്രാമത്തിലായോണ്ടാ അവരുടെ സംഘടനയൊക്കെ വലിയ ഈ CIT ഒന്നും അവരുടെ 10ലൊന്നും ഇല്ല. അവർ പുരുഷന്മാർ തമ്മിൽ ചാക്കോച്ചൻ കുഞ്ഞപ്പനെ കല്യാണം കഴിക്കുന്നതിൻ്റെ സംഘടനയുടെ പേരാ ഗേ. അന്നമ്മ കുഞ്ഞമ്മയെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേരാ ലെസ്ബിയൻസ്. ഞാൻ ഒടിയിൽ നിങ്ങളെ ഒരു ഫോട്ടോ കാണിക്കാം, മൊബൈൽ നിങ്ങളെ കൊണ്ട് തന്നെ കാണിക്കാം, തെളിവ്. നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയിൽ നിയമപ്രകാരം ചെയ്യാം. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഞാൻ ദുഃഖത്തോടെ വിളിച്ചു പറയാം, കുഞ്ഞപ്പനെയും ചാക്കോച്ചനെയും അന്നമ്മയും കുഞ്ഞമ്മയും കൂടെ കല്യാണം കഴിപ്പിക്കുന്ന പുരോഹിതന്മാരുണ്ട്. ഈ അനുഭവമുള്ള പുരോഹിതന്മാരുമുണ്ട്. ഏതാ? ഭാര്യ പുരുഷനായിരിക്കുന്ന, ഭാര്യ ഭർത്താവ് സ്ത്രീ ആയിരിക്കുന്ന പുരോഹിതന്മാരുമുണ്ട്. എൻ്റെ കർത്താവ് പറഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലിലുണ്ടാകുമ്പോൾ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഇതിനകത്തിട്ട് കുഴയ്ക്കാൻ എൻ്റെ തമ്പുരാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ തലമുറകളോടുള്ള നീതിയാണ്. ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ വരും. ഞാനോട് ഈ തെളിവുകൾ നിങ്ങളെ ഫോട്ടോഗ്രാഫ് കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫ് എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ലോകത്തിൻ്റെ ക്ലോക്കിലേക്ക് വരാം. അന്ത്യകാല ലക്ഷണം നമ്മളെല്ലാം ക്ലോക്ക് നോക്കുക. ഇവിടെ ഞാൻ സമയം നോക്കുന്നത് 7:30. ലോകത്തിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് ഇസ്രായേൽ. 7 പ്രത്യേകതയുള്ള ജനതയാണ്. കേട്ടോണം എന്തെല്ലാം ആ പ്രത്യേകതയാണ്. ഒന്നാമത്തെ പ്രത്യേകത, ഇങ്ങനെയൊരു ജനതയുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. എബ്രായ ലേഖനത്തിൽ അബ്രഹാമിനൊരു നല്ല പേരിട്ടിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? എബ്രായ ലേഖനത്തിൽ ഒരു സോമന പേരുണ്ട് അബ്രഹാമിന്. ആർക്കും അറിയാൻ പറ്റില്ല. എന്തോ വിശ്വാസികളുടെ എനിബഡി ഇല്ല, അതൊന്നും അല്ല. എബ്രായ ലേഖനത്തിൽ ഒരു പേരുണ്ട്, ഒരു വട്ടപ്പേര്, നാടൻ ഭാഷ. വായിക്കുക, എബ്രായർ 11:12. മൃതപ്രായൻ. എന്തുവാ അതിൻ്റെ അർത്ഥം? ആ അർത്ഥം ദൈവമക്കൾ മനസ്സിലാക്കണം, എന്നാൽ ഇസ്രായേലിൻ്റെ പ്രത്യേകത മനസ്സിലാകത്തുള്ളൂ. അബ്രഹാം നെടുമ്പുറത്താ താമസിച്ചോ? നിങ്ങളങ്ങ് സങ്കല്പിച്ചു. 99 വയസ്സ്. അബ്രഹാം മരിച്ചു. നാളത്തെ മനോരമയിൽ എങ്ങനെ വരുന്ന വാർത്ത? നെടുമ്പുറം ഇറാഖുകാരനായി നെടുമ്പുറത്ത് താമസിക്കുന്ന അബ്രഹാം നിര്യാതനായി, അല്ലേ?
പിന്നെ ഇന്നത്തെ സിസ്റ്റത്തിൽ എഴുതും ശവസംസ്കാരം പിന്നീട്. ആണോ? അത് വായിച്ച ആരെങ്കിലും അയ്യോ മരിച്ചോന്ന് ചോദിക്കുമോ? ഇല്ല, അത് പ്രതീക്ഷിച്ച മരണമാണ്. അത് വായിച്ചോ ചോദിക്കുക എപ്പോഴാണ് അടക്കം, പോയി ഒരു ഭക്ഷണം കഴിച്ചു പോകാം. അതാണ് എക്സ്പെക്റ്റഡ് ഡെത്ത്. ഏത് സമയത്തും മരണം പ്രതീക്ഷിച്ച ആളെന്നാണ് ഈ ജനത്തെ അതിൽ നിന്നൊരു സൃഷ്ടി ഉണ്ടാക്കി. 1. 2, ആവർത്തനം 7:6 കാണാം, ഞാൻ നിങ്ങളെ ലോകത്തിലെ സകല ജാതികളിൽ നിന്നും തിരഞ്ഞെടുത്തു. ഇസ്രായേലിൻ്റെ 7 പ്രത്യേകത കേട്ടോണം. 3, ഇങ്ങനെ ഒരു പേരിട്ടത് യഹോവയായി ദൈവമാണ്, അല്ല വേറെ ആരുമല്ല. ഉൽപ്പത്തി 32:28 കാണാം, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചതിനാൽ നീ ഇനി യാക്കോബല്ല ഇസ്രായേൽ. 3. 4, ഇതുപോലെ ചട്ടങ്ങളും കൽപ്പനകളും വേറെ ആർക്കും തമ്പുരാന്റെ വിരലിൽ എഴുതി കൊടുത്തിട്ടില്ല. 5, ഇവരെവിടെ താമസിക്കണമെന്ന് അതിർത്തി നിശ്ചയിച്ചത് ദൈവമാണ്. ഉൽപ്പത്തി 15:18, ഈ ഇന്നത്തെ ഇസ്രായേൽ നാട് അവരുടേതല്ല. പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫെലിസ്തീയരുടേതാണ്. കനാൻ എന്ന് പറഞ്ഞാൽ കനാന്യരുടേതാണ്. അവരെ മാറ്റിക്കൊടുത്ത വാഗ്ദത്ത നാടാണ്. അതിനാ പറയുന്ന പ്രോമിസ് ലാൻഡ്. പ്രത്യേകത കണ്ടോ? ഒന്നിങ്ങനൊരു ജനം ഉണ്ടാകാൻ സാധ്യതയില്ല. 2, പേരിട്ടു. 3, നിങ്ങൾ കേട്ടില്ലേ ഞാൻ പറഞ്ഞു ഒന്നും? ഇവർക്ക് പേരിട്ടതാരാ? ദൈവത്തിൻ്റെ വിരലുകൊണ്ട് ചട്ടങ്ങളും കൽപ്പനകളും എഴുതി കൊടുത്തു. 4, അതിർത്തി നിശ്ചയിച്ചു കൊടുത്തു. 5, ക്രൈസ്തവ സഭയോട് പോലും ദൈവം പറഞ്ഞില്ല എനിക്കൊരാലയം ഉണ്ടാക്കാൻ. നമ്മളെല്ലാം ആലയമാണ് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഇവർക്ക് മാത്രമേ ഒരു ആലയം പണിയാൻ അനുവാദമുള്ളൂ. 6, ഇത്രയും ബുദ്ധിയുള്ളൊരു ജനത ലോകത്തിലില്ല. 7, റോമർ 9:5, രക്ഷകനായ മശിക വന്നത് യഹൂദന്മാരിൽ നിന്നും. ഈ 7 പ്രത്യേകതയുള്ള ഇസ്രായേലിനെ നോക്കി കർത്താവ് ഒരു കാര്യം പറഞ്ഞു, കർത്താവ് എപ്പോൾ വരുമെന്ന്. വായിക്കാം, മത്തായിയുടെ സുവിശേഷം 24:32. ആ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഞാൻ പ്രത്യേകമായി പറയുന്നത്, ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവ് ഇത് പറയാനുള്ള കാരണം മത്തായിയുടെ സുവിശേഷം 24 വായിച്ചു 1 മുതൽ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. 46 വർഷം കൊണ്ട് ഹെരോദാവിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച സുന്ദരമായ ദേവാലയമാണ്. കേട്ടോണം, ഒരു കല്ല് 1000 ടണ്ണാ. ഒരു കല്ലിന്റെ തൂക്കം ഇപ്പൊ കണ്ടുപിടിച്ച കല്ല് അവിടെ ഉണ്ട്. 1000 ടൺ ഒരു കല്ല്. അത്ര ഗംഭീരമായ ദേവാലയമാണ്. ആ ദേവാലയത്തിന്റെ പണികളെല്ലാം കർത്താവിനെ കാണിക്കുക ശിഷ്യന്മാർ വിചാരിച്ചത് കർത്താവ് വെരി ഗുഡ് എന്ന് പറയുന്ന. എനിക്കിവിടെ വന്നപ്പോൾ ഈ ഹോള് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം അതിമനോഹരമായൊരു ഹോള് ദൈവദാസൻ നിർമ്മിച്ചു. മുൻപുണ്ടായിരുന്ന ഹോള് ഇതായിട്ട് നോക്കിയപ്പം ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച്, കർത്താവ് ഇത്ര മനോഹരമായൊരു ഹോൾ ഈ ഗ്രാമത്തിൽ കിട്ടിയല്ലോ. ആത്മാർത്ഥമായിട്ട് പറയുക, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ ദേവാലയം ഇത്ര മനോഹരമാണ്. ഇതിന്റെ പണിയെല്ലാം കാണിച്ചപ്പോൾ കർത്താവ് ഗുഡ് എന്നല്ല പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട്. ഇടിഞ്ഞു പോകാതെ, ആ വാക്ക് ശ്രദ്ധിക്കണം. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കത്തില്ല. ശിഷ്യന്മാർക്ക് അത് കേട്ടിട്ട് ഭയങ്കര വെപ്രാളമായി. കാരണം യഹൂദനെ സംബന്ധിച്ചോളം അവൻ്റെ കുടുംബത്തെക്കാൾ വലുത് അവൻ്റെ ദേവാലയം. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്ന. അപ്പോൾ അവരോർത്തത് ലോകാവസാനമാണെന്നാ. അതിൻ്റെ തലേ ദിവസം കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് തിരിച്ചു വരുമെന്ന്. അപ്പം അതുകൊണ്ടാണ് 3-ാം വാക്യം വായിച്ചേ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും
നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു. അപ്പൊ അവരോർത്തത് ഇത് ഇടിഞ്ഞു പോകുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ വരുമെന്ന്. അപ്പോഴത്തെ ലോകാവസാനമാണെന്നാ. കർത്താവ് ഇവർക്ക് 3 കാര്യം പറഞ്ഞു. എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ എപ്പോൾ വരും. 2, ഈ ദേവാലയം എപ്പോൾ ഇടിഞ്ഞു പോകും. 3, ലോകത്തെ ഭരിക്കാൻ ഞാൻ എപ്പോൾ വരും. അത് 3 ആ ഭാഗത്തുണ്ട്. അതിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോഴാണ് കർത്താവ് പറഞ്ഞ ഉപമയാണ് വായിച്ചത്. അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പീൻ. ഇത് പറയുമ്പോഴേ യഹൂദന്മാർക്ക് പിടികിട്ടും. കാരണം വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചാൽ കാണാം, യഹൂദനെ 3 മരങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് അത്തി, പൊളിറ്റിക്കലി അത്തി. അത്തിവൃക്ഷത്തിൽ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ഓശയ്യ 9:10. ആത്മീയമായി മുന്തിരി, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. സൗന്ദര്യത്തിലും പണത്തിലും ഒലിവേ, നിന്റെ രൂപഭംഗി ഒലിവ് മരത്തിൻ്റെ രൂപഭംഗി പോലെ ഇരിക്കും. ഓശയ്യ 14:16. അല്ല 128 സങ്കീർത്തനം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ഒന്ന് രാഷ്ട്രീയം, ഒന്ന് ആത്മീയം, ഒന്ന് സാമ്പത്തികം. ഇതിൽ കർത്താവ് രാഷ്ട്രീയം പറഞ്ഞു. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിച്ചോണം. എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ വരുന്നതിന് മുൻപ് അത് തളിർക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയാം. അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, നമുക്ക് വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. കാരണം ശിഷ്യന്മാരെല്ലാം ആ നൂറ്റാണ്ടിൽ മരിച്ചു. പിന്നെ ഇത് കർത്താവ് ശിഷ്യന്മാരിൽ കൂടി നമ്മളോടാ. അത്തിയെ നോക്കി നിങ്ങളും ഞാനും ഒരു ഉപമ പഠിച്ചോണം. അത് തളിർത്താൽ എൻ്റെ കർത്താവ് വരും. എപ്പോൾ വരുമെന്ന് പുറകെ പറയാം. കർത്താവ് ഇത് പ്രസംഗിക്കുന്നത് AD 30. അതിന് 630 വർഷം അവരുടെ രാജ്യം പോയി. നമുക്കതറിയാം. അവരുടെ അഭക്തി, യെരമ്യാവെല്ലാം പ്രവചിച്ചതാണ്. അത് കേൾക്കാതെ അഭക്തിയിൽ വന്നു. നെബൂഖദ്നേസർ രാജാവ് എല്ലാത്തിനും അടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ദേവാലയമൊക്കെ പണിതെങ്കിലും അവർക്ക് രാജ്യമില്ല. അവരെ പിന്നീട് ഭരിച്ചത് മേദ്യരും പാർശ്യരും ഭരിച്ചു, ഗ്രീക്കുകാർ ഭരിച്ചു, പിന്നെ അസീറിയൻസ് ഭരിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് റോമൻ ഗവൺമെൻറ്റിൻ്റെ അധിനിവേശ സ്ഥലമാണ്. റോമാ ഗവൺമെൻറ്റിന് ഏറ്റവും അധികം പണം കിട്ടുന്ന സ്ഥലമാണ് യഹൂദൻ്റെ കയ്യിൽ നിന്നും. അവനെ പിഴിയും. ടാക്സ് യഹൂദന്മാർ പൈസ ഉള്ളവരാ. റോമൻ ഗവൺമെൻറ്റിന് ഈ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട്. യുദ്ധങ്ങൾ നിമിത്തം അത് പരിഹരിക്കാൻ കണ്ട സോഴ്സാണ് യഹൂദൻ. അതാണ് ഈ മത്തായിയൊക്കെ കരം പിരിക്കുന്നു. ചുങ്കക്കാരെന്ന് പറഞ്ഞ് ഡബിൾ കരം പിരിക്കും. അതുകൊണ്ടാണ് അവരെ പാപികളായിട്ട് കാണുന്നത്. അങ്ങനെ കർത്താവിൻ്റെ കാലത്ത് ഇങ്ങനൊരു യഹൂദന് രാഷ്ട്രമില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ വരുന്നതിന് മുൻപേ അത്തി തളിർക്കും. ആഴ്ചയിലാണ് മറ്റൊരു സംഭവം നടന്നത്. കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു. പീലാത്തോസ് എന്ന് പറയുന്ന റോമൻ ഗവർണറുടെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കുന്നു. ഒരല്പം ബൈബിളിൽ നിന്നും വിട്ടൊരു ചരിത്രം കൂടെ ഞാൻ പറയുക, നിങ്ങൾ നമ്മുടെ അറിവിലേക്ക് മാത്രം. ബൈബിളിനകത്ത് നിന്നല്ല, ചരിത്രത്തിൽ നിന്നാണ്. അതിൻ്റെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ റോബ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വായിച്ചാൽ അറിയാം. ഈ പീലാത്തോസിനെ ഗവർണറായിട്ട് ജൂലിയസ് സീസർ അയക്കാൻ കാരണം യഹൂദൻ എപ്പോഴും ഇങ്ങനെ വിഘടന ചിന്തയുള്ളവ, തീവ്രവാദ ചിന്ത, റോമൻ ഭരണത്തിൽ നിന്ന് വെളിയിൽ ചാടണമെന്ന്. അതിനവർ വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിക്കും. അവരുടെ കൂട്ടത്തിൽ ഒത്തിരി തീവ്രവാദികളുണ്ട്. അതിലൊരുത്തനായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യനിൽ ഒരുത്തൻ. അവൻ്റെ പേരെന്നാ? എരിവുകാരനായ എന്ന് പറഞ്ഞാൽ വത്തലമുളക് കൂട്ടി സംബന്ധി കൂട്ടുമെന്നല്ല, അവൻ തീവ്രവാദിയായിരുന്നു. സീലറ്റ് എന്ന ഇംഗ്ലീഷ്. അവനൊരു ഈ പണിയൊന്നും വേണ്ട, നമുക്ക് പിടിച്ചെടുക്കണം രാജ്യം എന്ന് പറയുന്ന ഒരു അതായി മലയാളത്തിൽ അന്നത്തെ ഭാഷയിൽ എഴുതിയ എരിവാന്ന്. ഞാൻ ഒരിടത്തെ ചോദിച്ചപ്പോൾ ഒരു അമ്മാമ്മ പറഞ്ഞ് മുളക് കൂട്ടുന്നതാണ്. മുളകൊന്നും കൂട്ടുന്നതല്ല, ആ തീഷ്ണതയുള്ളവനാണ്. ഇവരെ നിരീക്ഷിക്കാനാണ് പീലാത്തോസിനെ വെച്ചിരുന്നത്. പീലാത്തോസ് കർത്താവായ യേശുവിൻ്റെ പ്രസംഗം ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വർഷം വിപ്ലവമുണ്ടാകുമെന്ന് അവർക്ക് അറിവ് കിട്ടി. ചരിത്രമാണ് ഞാൻ പറയുന്നത്. അല്പസമയം കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ആ വർഷത്തെ യഹൂദന്മാർ ബഹളം ഉണ്ടാക്കുന്ന പെസഹായിക്കാം. ലോകത്തിലുള്ള യഹൂദന്മാരെല്ലാം വരും, അന്നേരം ബഹളം ഉണ്ടാക്കും. ആ വർഷത്തെ പെസഹായിക്ക് ക്രമസമാധാനം പാലിക്കാൻ
റോമിൻ്റെ ഏറ്റവും ശക്തമുള്ള സൈന്യമാണ് നിനവയിലെ സൈന്യം. നിനവ ഫോർട്ടിലെ സൈന്യം. അവിടുത്തെ മിലിറ്ററിയെയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ യുവാവായ ക്യാപ്റ്റൻ മാൾസലസ് ആയിരുന്നു. ആ മാൾസലസിനാണ് കർത്താവിനെ ക്രൂശിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്തു വിട്ടത് വേറെ പട്ടാളക്കാരുടെ കൂടെ. അപ്പം പീലാത്തോസ് കർത്താവിൻ്റെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസ് പറഞ്ഞത്, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. താഴെ നിന്ന ജനം വിളിച്ചു പറഞ്ഞ അവൻ കുറ്റക്കാരനാണ്. ഒടുവിൽ അദ്ദേഹം റോമൻ കൾച്ചർ അനുസരിച്ച് ഒരു കുറ്റവാളിക്ക് എനിക്ക് കുറ്റം വരരുതെന്നുള്ള സിമ്പലാണ്. അപ്പോൾ ഓർക്കണം, പീലാത്തോസ് താമസിക്കുന്ന അപ്സ്റ്റേഴ്സിൽ ആ ഗോവണിപ്പടി റോമാക്കാർക്കല്ലാതെ വേറെ ആർക്കും കയറാനൊക്കത്തില്ല. ഈ മഹാപുരോഹിതന്മാരും എല്ലാ പുള്ളികളും കർത്താവുമായിട്ട് താഴെയാണ് നിൽക്കുന്നത്. അവിടെ മേളിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത കയ്യിൽ പീലാത്തോസ് കൈ കഴുകിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. താഴെ നിന്ന മതഭ്രാന്തന്മാരെന്തുവാ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞപ്പോൾ താഴെ നിന്ന മഹാപുരോഹിതൻ എന്തുവാ പറഞ്ഞു? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും. ദൈവമക്കളെ, ശാപമേറ്റുവാങ്ങിയ ജനതതി യഹൂദൻ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവർ ശാപമേറ്റുവാങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. ശാപമേറ്റാൽ ഇവിടെ ശിക്ഷ കിട്ടും. ആരുടെ ശാപം നമ്മളെ കേൾക്കരുത്. ആത്മീയ ലോകത്തില്ല. നിങ്ങളെ നടത്തുന്നവർ മനസ്സുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ദുഃഖിക്കരുതേ. നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരുടെ ഉള്ളം നിങ്ങളെ നൊന്താൽ അത് നിങ്ങളറിയാതെ കേഴ്സായിട്ട് വരും. അത് ഓർത്തോണം. നമ്മളെ നടത്തുന്ന ദൈവദാസന്മാർ നമ്മൾ നിമിത്തം മനസ്സവരുടെ ഉള്ളു നൊന്താൽ, ദൈവദാസന്മാരെ കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ആവശ്യമില്ലാത്ത അപവാദമോ കുറ്റാരോപണമോ നടത്തി അവരുടെ മനസ്സ് നൊന്താൽ അത് കേഴ്സായിട്ട് വരും. ശാപമേറ്റ ജനം കേൾക്കണമോ? ലോകം മുഴുവൻ ചെതറി. 40 വർഷം കൊണ്ട് ഒറ്റ ഫാമിലി ഇല്ലെന്നായി. കുപ്പിപ്പാത്രം പൊട്ടി തകരുന്നത് പോലെ തകർന്നു. പക്ഷെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ അത് ഓർത്തോണം മറുവശം. അതുകൊണ്ട് അതി തളർക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. എല്ലാം നശിപ്പിക്കാനേ. നശിപ്പിക്കാനാണ് പണ്ട് മരുഭൂമിയിലിട്ട് കളഞ്ഞാൽ പോരെ. ലോകം മുഴുവൻ ചെതറി. ചരിത്രം പഠിച്ചാൽ കാണാം, ഏറ്റവും സംസ്കാരമുള്ള രാജ്യമാവും യൂറോപ്പ്. ഇവർ ലോകം മുഴുവൻ ചെതറി. നമ്മുടെ കേരളത്തിലും വന്നു. കേരളത്തിൽ എവിടെ വന്നേ? കൊച്ചി. വേറൊരു സ്ഥലത്ത് വന്നു, തൃശ്ശൂരിനടുത്ത് മാള എന്ന് പറയുന്ന വാക്ക് എബ്രായ വാക്കാ. അറിയാമോ? അതിൻ്റെ ഗ്രാമാറ്റിക്കൽ മീനിങ് അഭയസ്ഥാനം. അതാ മലയാളി മാളവാക്കിയത്, എലി കയറുന്നത്. അവരഭയം തേടിയ സ്ഥലമായത് കൊച്ചി. ലോകം മുഴുവൻ ചെതറി. ഇത് അടുത്തത് കേട്ടോണം. യൂറോപ്പിൽ പരിഷ്കാരം എന്നുള്ള ലോകത്തിൽ യഹൂദനെ കുറിച്ച് പറയുന്ന വാണ്ടറിങ് ജൂ, അലയുന്ന യഹൂദൻ, ശപിക്കപ്പെട്ട ജനം. കേട്ടോണം. ചരിത്രം പറയുന്നത് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്പിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ താമസിക്കുകയോ അഥവാ വിവാഹം കഴിഞ്ഞിട്ട് അവൾക്ക് ഗർഭമുണ്ടാകാതിരിക്കുകയോ ചെയ്താൽ ഡോക്ടറെ അല്ല അവർ അന്വേഷിക്കുന്നത്. ഇവിടെ യഹൂദനുണ്ട്, അവനിട്ട് 2 അടി കൊടുത്താൽ മതി, സംഗതി ശരിയാവും. അന്നത്തെ ഏറ്റവും മാരകമായ രോഗമാണ് കോളറ. ആ കോളറ വന്നാലും ഒരു മരുന്നും കഴിക്കേണ്ട, യഹൂദനിട്ട് 2 അടി കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഓർത്തോണം, ജനങ്ങളിൽ നിന്നും അവർക്ക് എന്തുമാത്രം ഹേമം വന്നെന്ന്. ശാപം. ഹിറ്റ്ലർ തന്നെ കൊന്നത് ലക്ഷങ്ങളെ, ഐക്യമാൻ കൊന്നത് 60 ലക്ഷത്തെയാണ്. തകർത്തു. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ കാന്തയെ ചേർക്കാൻ ഞാൻ വരുന്നതിന് മുൻപേ ഇത് തളിർക്കും. 1897 കർത്താവിൻ്റെ വരവിൻ്റെ 1 നൂറ്റാണ്ട്, 2ാം വരവ് വരാൻ പോവുക. സ്വർഗം ക്രമീകരിച്ചു വേറെ വിധത്തിൽ. യൂറോപ്പിലെ ഫ്രാൻസിൽ ഒരു സൈനിക ഡെമോൺസ്ട്രേഷൻ നടത്തി. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 20 രാജ്യങ്ങളിലെ പട്ടാളം അവിടെ കയറി ഒരു സൗഹൃദ ഡെമോൺസ്ട്രേഷൻ, യുദ്ധപ്രകടനം, അഭ്യാസം, സൗഹൃദം. ഫ്രാൻസിലെ പാരീസിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പത്രക്കാർ ചെന്നു. അതിലൊരു പത്രക്കാരൻ മോർണിംഗ് വാക്കിന് രാവിലെ നടക്കാനിറങ്ങി.
ഹോട്ടലിൽ നിന്ന്. ഇദ്ദേഹം ഇങ്ങനെ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടതേ, ഒരു മിലിറ്ററി ക്യാപ്റ്റന് ഫുൾ യൂണിഫോം ഉണ്ട്, അയാളെ റോഡിൽ പച്ചക്കിട്ട് തല്ലുന്നു. ഈ പത്രപ്രതിനിധി ഓടിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ആതിഥേയ രാജ്യം, ഇതേതോ ഒരു രാജ്യത്തിലെ സ്റ്റാറുള്ള ഓഫീസർ, ഇത് സൈനിക പരേഡിന് വന്നതാ. ഈ സൈനിക പരേഡും അലോകലമാകും. ഈ രാജ്യം, ഏത് രാജ്യവും അവരെങ്ങനെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കും? നിങ്ങൾ എന്തുവായി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവരടിക്കുന്നവർ സിമ്പിളായിട്ട് പറഞ്ഞു കേൾക്കണോ, ഒന്നും വരത്തില്ല സാറേ, ഇവൻ യഹൂദനാ, ഇവനോട്ട് 2 അടി കൊടുത്താൽ നല്ലതാണ്. പണ്ട് പെന്തിക്കോസ്തുകാരനെ ചീത്ത വിളിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ കാലം പോലെ. ഇത് കേട്ട പത്രക്കാരൻ്റെ രക്തം തിളച്ചു. കാരണം അവനൊരു യഹൂദനായിരുന്നു. അവൻ്റെ പേരാണ് തിയോഡർ ഹെർസൻ. അവൻ തിരിച്ച് ഹോട്ടൽ റൂമിൽ ചെന്നിച്ച് പേനയുടെ ക്യാപ്പിട്ട് വെച്ച് പറഞ്ഞു, അവനെ നോക്കിക്കോണം, എൻ്റെ പത്രപരിപാടി ഞാൻ നിർത്തിയിരിക്കുന്നു, എനിക്ക് എൻ്റെ ജനത്തെ ഉദ്ധരിക്കണം. ആ വ്യക്തി 16 പേജുള്ള ഒരു പുസ്തകം എഴുതി. സംഭവം 1897. അതിൻ്റെ പേരാണ് ജൂയിഷ് സ്റ്റേറ്റ്. അബ്രഹാമിനെ ഇറാഖിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് മുതൽ അവർക്ക് രാജ്യം കിട്ടിയ മുഴുവൻ ചരിത്രങ്ങളും എഴുതി. ഒരു അന്യപ്പെട്ടത് എഴുതി നമ്മുടെ പിതാക്കന്മാർ വിഗ്രഹസേവയ്ക്കും അന്യദൈവങ്ങളുടെയും പുറകെയും അന്യമതത്തിൻ്റെയും പുറകെ പോയതിൻ്റെ ശിക്ഷയാണ് നമുക്ക് അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വെറും 16 പേജുള്ളൊരു പുസ്തകം എഴുതി. ദൈവമക്കളെ, ഇന്നും എല്ലാവർക്കും ഒരു അതിശയം കേൾക്കണമോ? അന്ന് കപ്പലില്ല, പാക്കപ്പലേ ഉള്ളൂ, പ്ലെയിൻ കണ്ടുപിടിച്ചിട്ടില്ല, ഫ്ലൈറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഇൻ്റർസ്റ്റേറ്റ് ട്രെയിൻ പോലും ഇല്ല. 2 വർഷം കൊണ്ട് ലോകത്തിൽ എവിടെല്ലാം യഹൂദനുണ്ടോ അവിടെ ഈ പുസ്തകം യഹൂദന്മാരുടെ മുഴുവൻ കയ്യിൽ ചെന്നു. എങ്ങനെ ചെന്നുവെന്ന് ഇന്നും ആർക്കും അറിയാമല്ല, ഒരു മർമ്മമാ. ഞാൻ വിശ്വസിക്കുന്നു, എലിയാവിനെ കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിച്ച ദൈവം സകല യഹൂദന്റെ കയ്യിൽ ഇത് കൊടുത്തു. ഈ വായിച്ച യഹൂദന്മാർക്ക് ഒരു വലിയ ഉന്മേഷം ഉണ്ടായി. അവർ 1897 കഴിഞ്ഞ് 2-ാം വർഷം സ്വിറ്റ്സർലൻഡിൽ കൂടിയാണ് സയോനിസ്റ്റ് ഉണ്ടായത്. അത്തി തളർക്കാൻ പോവുക, അത്തി തളർക്കാൻ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. അന്ന് ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ് ഈ ഇവരുടെ പലസ്തീൻ. അവരൊരു ഡെപ്യൂട്ടേഷൻ അയക്കാൻ തീരുമാനിച്ചു ടർക്കിയിലെ സുൽത്താൻ്റെ അരികിൽ. യഹൂദന്മാരാണെന്ന് പറഞ്ഞപ്പോൾ കാണാൻ പോലും സുൽത്താൻ അനുവദിച്ചില്ല. ഒടുവില്ല ആരുടെയോ എല്ലാം കയ്യോ കാലോ പിടിച്ച് സുൽത്താനെ മുഖം കാണിച്ചേച്ച് പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുന്ന ഡിമാൻഡുമായിട്ടൊന്നുമല്ല സുൽത്താൻ തിരുമേനി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യമാ പലസ്തീൻ, അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുഴപ്പം കൊണ്ട് തട്ടിപ്പോയതാ. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യായപ്രമാണം വായിക്കാനും ഞങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർത്തിരുന്ന് കരയാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണ്ട, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ യെറുസലേമും വേണ്ട, ഞങ്ങളുടെ യെറുസലേമിൽ ഞങ്ങൾക്ക് തലയടിച്ചിരുന്നൊന്ന് കരയാൻ ഒരു അല്പസ്ഥലം മതി. എത്ര ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യമാണ് വേണ്ട, പട്ടണവും വേണ്ട, പക്ഷെ ആ പട്ടണത്തിൽ ഞങ്ങൾക്ക് ഒരല്പസ്ഥലം, ഒരു സിനഗോഗ് പണിയാൻ, ഞങ്ങൾക്ക് തലയടിച്ച പ്രാർത്ഥിക്കണം, കരയണം. സുൽത്താൻ പറഞ്ഞ കേൾക്കണോ? ഒറ്റ കണ്ടീഷൻ. അവർക്ക് സന്തോഷമായി, ഇവർ പണക്കാരാ, അപ്പോൾ പൈസ ചോദിക്കുന്ന ഓർത്തത്. എന്ന് പറഞ്ഞു. സുൽത്താൻ പറഞ്ഞ കേട്ടോണം, നീലനദിയിലെ വെള്ളം ഒഴുകി യെരുസലേമിൽ കയറുമ്പം തരാം. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നീലനദി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് ഒഴുകി വരുന്ന നദി, അത് മെഡിറ്ററേനിയൻ കടലിൽ കയറും, വീഴും. യെരുസലേം എന്ന് പറഞ്ഞാൽ അവിടുന്ന് 3200 അടി പൊക്കവാ. മനസ്സിലായോ? അത് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അറേബ്യൻ കടലിലെ വെള്ളം ഒഴുകി കോഴഞ്ചേരി കുരങ്ങമല കയറുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടാൻ ഒരുത്തം പറഞ്ഞാൽ നടക്കുമോ? കളിയാക്കിയതാ. 3200 അടി പൊക്കത്തിൽ വെള്ളം കയറണം, കളിയാക്കി വിട്ടു. പക്ഷെ തമ്പുരാൻ കുറിച്ചു വെച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകം മാലാഖിയിൽ പറയുന്നത്, ദൈവമക്കൾക്കെതിരായി ആരെല്ലാം എന്തെല്ലാം തീട്ടൂരങ്ങൾ എഴുതുന്നോ അത് മുഴുവൻ ദൈവദാസന്മാർക്ക് എഴുതയായി എഴുതുന്ന തീട്ടൂരങ്ങൾ സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്യും. 1-ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. ടർക്കി ബ്രിട്ടന്റെ സഖ്യകക്ഷി ഈ പറഞ്ഞ സുൽത്താൻ, ജർമ്മനിയുമായിട്ടാ യുദ്ധം. ബ്രിട്ടന്റെ കുറുക്ക് വഴി കേൾക്കണോ? യുദ്ധം വേഗത്തിൽ ജയിക്കാൻ വെടിയായുധങ്ങൾ മുഴുവൻ ടർക്കി കൊണ്ടുവച്ചു. എന്നിട്ട് ബ്രിട്ടീഷ് മിലിറ്ററിയെ കപ്പലെ കയറ്റി വിട്ടു യൂറോപ്പിലോട്ട് അടിച്ചോളാൻ. സാധനം ഇവിടുന്ന് എടുത്ത് അടിച്ചോളാൻ എളുപ്പമുണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പം, വേഗം വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് അടിക്കാം.
ബുദ്ധിമാനായ ജർമ്മൻ അത് മനസ്സിലാക്കി. അവൻ എന്ത് ചെയ്യുന്നറിയാവോ? ടർക്കിയെ സ്വാധീനിച്ച് അവൻ മറുകണ്ഠം ചാടി. ചിലരുണ്ട് ഈ ആഴ്ച IPC, അടുത്ത ആഴ്ച TPM, അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ഇങ്ങനെ മറുകണ്ഠം ചാടുന്നത് ഞങ്ങളുടെ കോട്ടത്തുണ്ട്, ഇവിടെങ്ങുമില്ല. ടർക്കി മറുകണ്ഠം ചാടി, സംഗതി കുഴഞ്ഞു. ബ്രിട്ടീഷ് പട്ടാളമുണ്ട് യൂറോപ്പിൽ, വെടിവെക്കാൻ സാധനമില്ല, സംഗതി പോവുക, യുദ്ധം വരെ. അപ്പോൾ അടുത്ത ജർമ്മൻ ചെയ്ത പരിപാടി കേട്ടോണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ഇത് കഥ പോലെ കേൾക്കണം, സംഭവമാണ്. ബ്രിട്ടനിലിരിക്കുന്ന ജോർജ് അഞ്ചാമൻ ചക്രവർത്തി തൻ്റെ വെടിയായുധങ്ങൾ കടലിൽ കൂടി കൊണ്ടുപോയാൽ കടലിലെ മുക്കാൻ ബ്രിട്ടന്റെ കപ്പൽ ഇംഗ്ലീഷ് ചാനലിന്റെ ചുറ്റും വട്ടമിട്ടു. ഒറ്റ കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്നും പോകാൻ പാടില്ല, വെടിവായുധവുമായി വട്ടമിട്ടു. ചക്രവർത്തി പരാജയപ്പെടാൻ പോവുക, യുദ്ധം പരാജയപ്പെടാൻ പോവുക. അവിടുന്ന് മിലിറ്ററി വിളിച്ചു പറയുന്ന ആയുധന്താ. അവിടുത്തെ മാഞ്ചസ്റ്ററിലെ ലാബറട്ടറി ഡയറക്ടറെ വിളിച്ച് ചക്രവർത്തി പറഞ്ഞു, നീ ഞാനും എല്ലാം തീരും. അദ്ദേഹത്തിൻ്റെ പേര് വൈസ് ചേസ്മാൻ, നിനക്ക് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യും. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പരീക്ഷണം നടത്തിയപ്പോൾ നൈട്രജനിൽ നിന്നും ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി പരീക്ഷിച്ച ബെസ്റ്റ് സാധനം, അടിപൊളി നാടൻ ഭാഷയിൽ. പക്ഷെ ഇതെങ്ങനെ അവിടെ എത്തിക്കും? ആ മനപ്രയാസം പുള്ളിക്ക്. പക്ഷെ അദ്ദേഹം ആരാന്നറിയാവോ? ഒരു യഹൂദനാണ്. അദ്ദേഹം ആ ഭാരത്തോടെ രാത്രിയിൽ എടുത്ത് സിനിമാവാസിയല്ല തുറന്നത്. എനിക്ക് നിങ്ങൾക്ക് മനപ്രയാസമുണ്ട്, തിരുവചനം എടുക്കണം. അവരുടെ പഴയ നിയമവും സങ്കീർത്തനവും ഒക്കെയാണ് ഉള്ളത്. അദ്ദേഹം ആ വേലോടെ തിരുവചനം എടുത്തു. തിരുവചനം എടുത്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിലെ 22-ാം വാക്യമാണ്. നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഗ്രഹം നീ കണ്ടിട്ടുണ്ടോ? അവയെ ഞാൻ പോരും പടയുമുള്ള കഷ്ടകാലത്തേക്ക് സംഗ്രഹിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിലെ സയൻസ് എഴുന്നേറ്റു. ബ്രിട്ടൻ പോരും പടയുമുള്ള കഷ്ടകാലം, ഹിമത്തിന്റെ ഭണ്ഡാരം, ശാസ്ത്രം എഴുന്നേറ്റു. അദ്ദേഹം രാത്രി ലാബറട്ടറി തുറന്നു, മഞ്ഞുകട്ടയുണ്ടാക്കി, താൻ സൃഷ്ടിച്ച സാധനം അതിനകത്ത് കവർ ചെയ്തു. വളരെ വിജയിച്ചു. ചക്രവർത്തിയോട് പറഞ്ഞു 2 ദിവസത്തിനകം എത്തിക്കാം. വളരെ രഹസ്യമായി ഇംഗ്ലണ്ടിലെ ലൈറ്റെല്ലാം ഓഫാക്കി, ഇംഗ്ലണ്ടിലെ ഐസ് ഫാക്ടറി മുഴുവൻ 24 hours വർക്ക് ചെയ്തു. ഇഷ്ടംപോലെ ഐസ് കട്ടയുണ്ടാക്കി. ഇദ്ദേഹം നിർമ്മിച്ച ആ നൈട്രജനിൽ നിന്ന് നിർമ്മിച്ച സ്ഫോടക വസ്തു അതിനകത്ത് കവർ ചെയ്ത് ഇംഗ്ലീഷ് ചാനൽ കടലിൽ കൂടെ ഒഴുക്കി വിട്ടു. മഞ്ഞുകട്ട. ഈ മഞ്ഞുകട്ട ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ശത്രു സൈന്യമാകുന്ന ബ്രിട്ടൻ ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക, ബ്രിട്ടൻ വല്ലതും കടത്തുന്നുണ്ടോന്ന്. അവൻ്റെ കപ്പലെ മുട്ടി മഞ്ഞുകട്ട പോകുമ്പോൾ അവൻ ഓർത്തു അന്റാർട്ടിക്കയിൽ നിന്ന് വരുന്ന അവനത് ഒന്നുകൂടെ കമ്പുകൊണ്ട് കുത്തി സ്പീഡ് കൂട്ടി യൂറോപ്പിലോട്ട് വിട്ടു. ഇതിൻ്റെ പേരാ ശത്രുവിൻ്റെ പാളയത്തിൽ ദൈവമക്കൾക്ക് ശ്രേഷ്ഠഭോജ്യം നൽകും. ആ മഞ്ഞുകട്ട അങ്ങോട്ട് അടിച്ചു വിട്ടു. അവിടെ ഇൻഫർമേഷൻ കൊടുത്തു. മഞ്ഞുകട്ട പിടിച്ചെടുക്കാൻ യുദ്ധം ജയിച്ചു. അങ്ങനെയാണ് യുദ്ധം ജയിച്ചത്. ഫസ്റ്റ് വേൾഡ് വാർ. ജർമ്മനി പരാജയപ്പെട്ടു. വൈസ് ചേസ്മാനെ ചക്രവർത്തി വിളിച്ചു പറഞ്ഞു, നീ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു, നിനക്ക് എന്ത് വേണേലും തരാം. പണ്ട് രോതാവ് പറഞ്ഞ പോലെ എന്ത് വേണേലും തരാം. ഞങ്ങളുടെ കോട്ടയംകാരാണ് പറഞ്ഞേനെ മുണ്ടക്കയത്ത് ഒരു 1000 ഏക്കർ റബ്ബർ തോട്ടം തരാൻ. ഇദ്ദേഹം പറഞ്ഞ കേൾക്കണോ? ഇതാണേ എൻ്റെ ചക്രവർത്തി, എനിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണമാകുന്ന ജെറുസലേം ഞങ്ങൾക്ക് മേടിച്ചു തരണം. സംഗതി തിരിയുന്നുണ്ടോ? അത്തി തളർക്കാൻ പോവുക. ബ്രിട്ടൻ ഒന്നാമത് ടർക്കിയോട് ചൊരുക്ക, മറുകണ്ഠം ചാടിയേന്. ഉടൻ ബ്രിട്ടീഷ് ചക്രവർത്തി ബ്രിട്ടീഷ് സേനാനായകനായ ജനറൽ അല്ലൻബിക്ക് ഇൻഫർമേഷൻ കൊടുത്തു, ഇങ്ങോട്ട് വരണ്ട, ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്ത് ജെറുസലേം പിടിച്ചെടുത്ത് യഹൂദന് കൊടേ. അങ്ങനെ ജനറൽ അല്ലൻബി പോവുകയാണ്. എങ്ങോട്ട്? ജെറുസലേമിലേക്ക്. ഇത് കേട്ട് ടർക്കി വരണ്ട് നിൽക്കുക. അപ്പൊ സ്വർഗത്തിലെ ദൈവം പേജ് തുറന്നു നോക്കിയപ്പം പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീലനദിയിലെ വെള്ളം ഒഴുകി എവിടെ കയറണം? ജെറുസലേമിൽ കയറുമ്പോൾ തരാം. അന്ന് അതുകൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാൻ തമ്പുരാൻ തീരുമാനിച്ചു. ഈ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മൂവ്മെന്റ് സ്ലോ. അന്വേഷിച്ചപ്പം പറഞ്ഞു പട്ടാളക്കാർക്കല്ല, ഡയറിയ, വയറ്റിളക്കം. നമ്മളാണെ പറഞ്ഞതിനെ മത്തി കൂട്ടിയതാണ്. അവർ ലാബറട്ടറി അയച്ചു, മിലിറ്ററി അവരുടെ സ്പെസിമെൻ പരിശോധിച്ച് പറഞ്ഞു. അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് കേൾക്കണോ?
ഇവർ ഡിഫറൻറ്റ് വെള്ളം കുടിച്ചത് കൊണ്ടാണ് ഈ കുഴപ്പം. അതുകൊണ്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു, കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വെള്ളം നീലനദിയിലെ വെള്ളമാണ്, അത് ക്ലോറിനേറ്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കണം. ബ്രിട്ടനിൽ നിന്ന് ശക്തിയുള്ള ജനറേറ്ററും ശക്തിയുള്ള ഹോസും ചെന്ന് പട്ടാളത്തിൻ്റെ മുമ്പിൽ ഹോസിട്ട് ആദ്യത്തെ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ജെറുസലേമിൽ കാലുകുത്തുന്നതിന് മുൻപേ നീലനദിയിലെ വെള്ളം ജെറുസലേമിൽ പതിച്ചു. ഒരു യുദ്ധവുമില്ലാതെ മേടിച്ചു കൊടുത്തു. അത്തി തളർക്കാൻ പോകുക. ദൈവമക്കളെ പരിഹസിച്ചാൽ, ദൈവദാസന്മാരെ പരിഹസിച്ചാൽ ആ നാണയത്തിൽ തമ്പുരാൻ ചെയ്യും. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുള്ള സമയമില്ലല്ലോ. നോട്ട് വന്നു 1948. നമ്മുടെ വിഷയത്തിലേക്ക് വേഗം കയറി വരാം. മെയ് 14 യുണൈറ്റഡ് നേഷൻസ് റെസൊല്യൂഷൻ പാസ്സാക്കി. അമേരിക്ക കൊണ്ടുവന്നു, മറ്റ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായി. നോക്കിക്കേ, 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പിൻ. 5 പ്രവചനം. കർത്താവ് എപ്പോൾ വരും? അത് തളിർക്കും. 1948 മെയ് 14 തളിർത്തു. കൊമ്പിളതാകും എന്ന് പറഞ്ഞാൽ ഫ്ലറിഷ് ആവും. ലോകത്തിൻ്റെ സകല രാജ്യങ്ങളുടെ മുമ്പിലായി. എല്ലാ സിസ്റ്റത്തിലും ലോകത്തിൽ ഒരു രാജ്യം അവനോട് കിടപിടിക്കത്തില്ല. നമ്മുടെ ഇന്ത്യക്ക് മിസൈൽ തരുന്ന അവരാ. ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി, അഗ്രികൾച്ചർ ടെക്നോളജി എല്ലാം അവർ മുമ്പിൽ. എൻ്റെ കർത്താവ് പറഞ്ഞു, ഇത് പ്രത്യേക ജനതതി, അവൻ്റെ ബുദ്ധി വേറെയാ. ഞാൻ പറഞ്ഞില്ലേ, ഈ അമാസുമായിട്ടുള്ള ആ യുദ്ധത്തിലൊക്കെ ഉണ്ടല്ലോ, ഒറ്റ പട്ടാളക്കാരൻ ചത്തില്ല. അവരോർത്ത് മരിച്ചത് അവനെ കയറ്റി വിട്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാ അതിനകത്തിരിക്കുന്നത്. പട്ടാളക്കാരൻ അവൻ്റെ വീട്ടിലാണ്. അത്ര ബുദ്ധിയുള്ളവൻ. അത്തിയെ നോക്കി നിങ്ങൾ രൂപമോടിപ്പീൻ, ഇല തളർക്കുമ്പോൾ. അടുത്തത് കേട്ടോണം, 3ാമത്തെ പ്രവചനം, ലോകത്തിന് വേനൽ. യെസ്, 2ാം ലോകമഹായുദ്ധം 1945 തീർന്നെങ്കിൽ അന്ന് മുതൽ ലോകം പുകയുന്ന ഒരൊറ്റ കാര്യം പശ്ചിമേഷ്യൻ ഇഷ്യൂ. ഈ അറബികളും 23 അറബി രാജ്യങ്ങളും ഇവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കെടുതിയാണ് ലോകത്തിൽ. അമേരിക്കയിലെ ട്രേഡ് സെൻറ്റർ എന്തുകൊണ്ട് തകർത്തു? അമേരിക്കയോടുള്ള വൈരാഗ്യമല്ല, ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ലോകത്തിന് വേനൽ. അടുത്ത കേട്ടോണം, ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ. ഇസ്രായേലാകുന്ന അത്തി തളർക്കുന്നു, അത് ഡെവലപ്പാകുന്നു. ലോകത്തിൻ്റെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അവൻ അടുക്കൽ വാതുക്കൽ. ആരാ പറ? ആരാ മാമേ? പറയുന്നില്ലല്ലോ. കർത്താവ്. കർത്താവാണേ കർത്താവ് പറയും, ഞാൻ വാതുക്കലെന്ന്. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ കാണാം, ഇറ്റ് ഈസ് അറ്റ് ദ ഡോർ. അത് വാതുക്കലെന്ന്. ആൻറ്റി ക്രൈസ്റ്റ് ലോകഭരണത്തിൻ്റെ വാതുക്കൽ. ഇറ്റ് ഈസ് അറ്റ് ദ ഡോർ. ഇത്രയും സംഭവിച്ചാൽ എതിർ ക്രിസ്തു ലോകഭരണത്തിൻ്റെ വാതുക്കൽ. ഇനി അടുത്ത കേട്ടോണം, ഇതൊക്കെ സംഭവിക്കുവോളും ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അതാണ് നമ്മുടെ വിഷയം. പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ 2 വിധത്തിലുള്ള പ്രവചനമുണ്ട്. ചെറിയ പ്രവചനങ്ങൾ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തീരും, നിവർത്തിക്കും. യോനായുടെ പ്രവചനം ഒരു ചെറിയ പ്രവചനമാണ്, അത് ഉടനെ തീർന്നു, അതിൻ്റെ ബാക്കിയൊന്നുമില്ല. എന്നാൽ മേജർ പ്രവചനങ്ങളെ യെശയ്യാവ്, യെരമ്യാവ്, ദാനിയേല്, ഇതൊക്കെ മേജർ പ്രവചനങ്ങളാണ്. അതിലേറ്റവും മേജർ പ്രവചനമാണ് യെശയ്യാവ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 കാര്യങ്ങൾ നിവർത്തിച്ചു യെശയ്യാ പ്രവചനത്തിലെ. ഒരു കാര്യം നിവർത്തിക്കാനുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചു 700 വർഷം മുമ്പേ. ഇശായിയിൽ നിന്നൊരു കുറ്റി മുളയ്ക്കും. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പ്രവചിച്ചു. നമ്മൾ കർത്തൃമേശയിൽ വായിക്കും, 53-ാം അധ്യായം അല്ലേ? രോമം കത്രിക്കുന്നതോട് മുൻപാകെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു. നിവർത്തിച്ചു. ഇനിയും നിവർത്തിക്കാനുള്ളത് യെശയ്യാ പറയുന്നു, ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു പാർക്കും. പാല് കുടിക്കുന്ന കുഞ്ഞ് സർപ്പത്തിൻ്റെ കോതിങ്കൽ കൈയിടും. സിംഹം കാള എന്ന പോലെ പുല്ല് തിന്നും. അത് ഇന്നല്ല, അത് നിവർത്തിച്ചിട്ടില്ല. അത് നിവർത്തിക്കുന്നത് കർത്താവ് രാജാവാകുമ്പോഴാണ്. കന്യക മറിയാമിനോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ പ്രവചനം
4 കാര്യമേ നിവർത്തിച്ചുള്ളൂ, ബാക്കി നിവർത്തിക്കാൻ കിടക്കുക. നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, യേശു എന്ന് പേരിടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നിവർത്തിച്ചു. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നിവർത്തിച്ചിട്ടില്ല. അത് കർത്താവ് രാജാവായി ഭരിക്കുമ്പോഴ. ഇതുപോലെ കർത്താവ് ഈ പറഞ്ഞത് യേശു തമ്പുരാനാ, മേജർ പ്രവചനമാ. 1-ാം ഭാഗം നിവർത്തിച്ചു. എങ്ങനെയാന്ന് കേട്ടോണം. ഇതൊക്കെ സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവിൻ്റെ പ്രസംഗം AD 30 ഏപ്രിൽ മാസത്തിലാണ്. അന്ന് കർത്താവിൻ്റെ പ്രസംഗം കേട്ട ഒരു വ്യക്തിക്ക് കൃത്യം 70 വയസ്സായപ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് 1 വയസ്സേ ഉള്ളെങ്കിൽ ആ കുട്ടിക്ക് 40 വയസ്സായപ്പോൾ, അഥവാ യേശു തമ്പുരാൻ പ്രസംഗിച്ച് അന്ന് ഒരു അമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് 40 വയസ്സായപ്പോൾ മരണം വഴിയായി അവർ മാറുന്നതിന് മുൻപേ ടൈറ്റസ് സെക്കൻഡ് എന്ന റോമൻ സേനാനായകൻ വന്ന് ജെറുസലേം നിരോധിച്ച് അദ്ദേഹത്തിൻ്റെ ചക്രവർത്തി കൊടുത്ത ഓർഡർ ദേവാലയത്തിലെ സ്വർണം മുഴുവൻ എടുത്തുകൊണ്ട് ചെല്ലണമെന്നാണ്. അവിടെ സ്വർണ്ണമുണ്ട്, കൊണ്ടുചെല്ലാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കല്ല് 1000 ടണ്ണാ. ഒരു കല്ല് 1000 കിലോയാണ്, 1 ടണ്ണാ. എടുക്കാൻ ഒരു മാർഗവും ഇല്ല. പക്ഷെ ചക്രവർത്തിയുടെ ഓർഡറാണ്. അതിന് മാനുവൽ പവർ കൊണ്ട് എടുക്കാനൊക്കത്തില്ല. ഇന്നത്തെ JCB ഒന്നും അന്നില്ല. അതിന് ആഫ്രിക്കൻ ആനകളെ കൊണ്ടുവന്ന് ഉഴുതുകൂട്ടി, ഉഴുതുമറിച്ചു. സ്വർണം കിട്ടിയില്ല, പക്ഷെ തമ്പുരാൻ്റെ വാക്ക് നിവർത്തിച്ചു. ഇടിഞ്ഞു പോകാതെ കല്ലുമേൽ കല്ല് ശേഷിച്ചില്ല. ഏതാ? ഇത് സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. യെരുസലേമിന്റെ നാശം കർത്താവിൻ്റെ പ്രസംഗം കേട്ടവർ മരണം വഴിയായി കടന്നു പോകുന്നതിന് നിവർത്തിച്ചു. 1-ാം ഭാഗം. 2-ാം ഭാഗം 1948 മെയ് 14 അത്തി തുളർത്തു. അന്നൊരമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 78 കയറി. അത്തി തളിർത്തപ്പോൾ 948 ഒരു വ്യക്തി ഇസ്രായേൽ രാഷ്ട്രമായ മെയ് 14 ഒരമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് 78 വയസ്സുണ്ട്. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 78 വയസ്സുകാരെല്ലാം, അതിൽ കുറവുള്ളവർ അത്തി തളിർത്തത് കണ്ട തലമുറയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? 78 വയസ്സും അതിൽ കുറവുള്ളവർ അത്തി തളിർത്തത് കണ്ട തലമുറയാ. 78 വയസ്സും അതിൽ കുറവുള്ളവർ ഇതിനകത്തുണ്ട്. എന്ന് കൈപൊക്കിക്ക് ധൈര്യത്തോടെ. കല്യാണാലോചനയല്ല, നല്ല കാര്യം പറയാനാ. 78 വയസ്സും അതിൽ കുറവുള്ളവർ ധൈര്യത്തോടെ കര ഉയർത്ത്. ഒരു പേടി പോലെ വളർക്കും. ഞാനൊരു കാര്യം പറയാം, ഈ കര ഉയർത്തിയോട് 78 വയസ്സ് അതിൽ കുറവുള്ളവരോടാ. സ്വാഭാവിക മരണം ആർക്ക് സംഭവിക്കാം, എന്നാൽ 78 വയസ്സ് അതിൽ കുറവുള്ള ദൈവമക്കളെ, നിങ്ങൾ വിശുദ്ധിയിലും വിശ്വസ്തയിലും നിന്നാൽ നിങ്ങൾക്ക് സ്വാഭാവിക മരണം ആർക്ക് സംഭവിക്കാം, എന്നാൽ നിങ്ങൾ വിശുദ്ധിയിൽ നിന്നാൽ നിങ്ങൾക്ക് ശവപ്പെട്ടിയല്ല, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും വരും. ഞാൻ മറ്റൊരു കാര്യം കൂടെ അനൗചാരികമായിട്ട് പറയാം. ശ്രേഷ്ഠന്മാരെ, KC ജോൺ സാറൊക്കെ അറിവിൻ്റെ ഭണ്ഡാരമാണ്. ഒരു കാര്യം നിങ്ങൾ അതായത് ഇത് പ്രത്യേകം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, തെറ്റിച്ച് റെക്കോർഡ് ചെയ്യരുത്, തിരിച്ചു കൊടുക്കുക. കാരണം രാജീവ് മേത്ര പാഷയുടെ റാന്നിയിലെ സെൻട്രൽ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചു. മഹോദ്രവത്തിൻ്റെ ആരംഭത്തിൻ്റെ ലക്ഷണങ്ങളായി എന്ന് പറഞ്ഞു. ആ യൂട്യൂബിലിട്ട് അങ്ങനെ അറിയാവോ, തോമസ് മാമൻ പ്രസംഗിക്കുന്നു മഹോദ്രവം തുടങ്ങിയ. അതാ കാലം. നിങ്ങൾ നോക്കിയാൽ ശരിക്കും നിങ്ങൾ കേട്ടോണം. 3 മാർമിക കാര്യങ്ങൾ പറയാൻ. 2026 2030 3 കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. തിരുവചനം പറയുന്നു, 1000 സംവത്സരങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ അവൻ നമ്മുടെ 1000 വർഷം കർത്താവിന് ഒരു ദിവസമാണ്. നമ്മുടെ 1000 ദിവസം കർത്താവിന് എത്രയാ? 1000 വർഷം ഒരു ദിവസം. അപ്പം നമ്മുടെ 6 ദിവസം കഴിഞ്ഞാൽ കർത്താവിന് 6 ദിവസം കഴിഞ്ഞാൽ 7-ാം ദിവസം കർത്താവിന് ശബദം, ദൈവത്തിൻ്റെ ശബദം. ലോകം ഉണ്ടായി 2000 വർഷം കഴിഞ്ഞപ്പോഴാണ് ജലപ്രളയം. വീണ്ടും ലോകമുണ്ടായി 2000 വർഷം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് അവതരിച്ചത്. 2000-ൽ ഒന്ന് വ്യത്യാസം കണ്ടോ? ആദ്യത്തെ 2000-ൽ
ജലപ്രളയം. രണ്ടാമത്തെ 2000-ൽ എന്താ? മശിഹാ തമ്പുരാൻ കൃപായുഗം ഓപ്പൺ ചെയ്തു. ഇനിയും കേട്ടോണം, യേശു ജനിച്ചത് BC 4-ലാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, യേശുവിന് തൻ്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ എത്ര വയസ്സാ? ആർക്കും അറിയാമല്ലോ, 30. അതായത് AD 26-ലാണ് പരസ്യ ശുശ്രൂഷ. അങ്ങനെയാണെങ്കിൽ 2026 എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ തികഞ്ഞിട്ട് 2000 വർഷം. അടുത്തതാണ് ഞാൻ പറഞ്ഞത്, 1948-ൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി. എങ്കിൽ 2028 വരുമ്പോൾ ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് 80 വർഷമാകും. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനിയും 2030 വരുമ്പോൾ ഒരു പ്രത്യേകത, ക്രൈസ്തവ സഭ പെന്തക്കോസ്തിൽ ആരംഭിച്ചത് AD 30-ൽ. 2030 വരുമ്പോൾ ക്രൈസ്തവ സഭ ആരംഭിച്ചിട്ട് 2000 വർഷം. 2026 മുതലുള്ള നാളുകൾ വളരെ ക്രിട്ടിക്കാണ്. ഏത് സമയത്തും കർത്താവ് ഈ തലമുറയിൽ വരാം. 2026 വരുമെന്ന് തോമസ് മാമ പറഞ്ഞ് നിങ്ങൾ എഴുതരുത്, പ്രസംഗിക്കരുത്. 27 വരുമെന്നും പ്രസംഗിക്കരുത്, 30 വരുമെന്ന് പറയരുത്. ഇത് ക്രിട്ടിക്കാണ്. ഒരു പെൺകുട്ടിക്ക് 270 ദിവസം പ്രഗ്നൻസി ആയ മിടുക്കനായ ഡോക്ടർ പറയും ഈ സമയം മുതൽ എപ്പോഴും പ്രസവിക്കാം, അല്ലേ? മാക്സിമം 250. ചില മിടുക്കന്മാർ പിന്നെ വരാൻ 2 ദിവസം കൊണ്ട് ഡിലേ ആവും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്. ഇസ്രായേലിനെ കുറിച്ചുള്ള 10 പ്രവചനങ്ങൾ അതുകൂടെ പറയുമ്പോൾ എൻ്റെ സമയം തീരും. 1, ഭാവിയിലെ കാര്യ, യെരുശലേം നഗരം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോകും. വായിക്കാം, വെളിപ്പാട് 11:1 വായിക്കാം. ഇസ്രായേലിൻ്റെ വെളിപ്പാട് 11:1 മുതൽ. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അടുത്ത വാക്യം, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. അടുത്ത ശ്രദ്ധിച്ചോണം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. യെരുശലേമിന്റെ കാര്യമാ. ജാതികൾ പിടിച്ചെടുത്തെന്നല്ല, ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അടുത്ത വാക്യം, അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. നടക്കുമെന്നല്ല. 10 പ്രത്യേകതകൾ ക്രൈസ്തവർക്കും 3 പ്രത്യേകത യഹൂദനും 3 പ്രത്യേകത ഇസ്ലാമിനുമുള്ള ഈ വിശുദ്ധ നഗരം ജാതികൾക്ക് യഹൂദന്മാർ കൊടുക്കും. അവർ ചവിട്ടും. എങ്ങനെയാണെന്നറിയാമോ? കർത്താവിൻ്റെ വരവിന് ശേഷം എതിർ ക്രിസ്തു വരും. യോഹന്നാൻ 5:43, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. ദാനിയേൽ 8-ൽ പറയുന്നവൻ നയമുള്ളവനാ, നയബുദ്ധിയാൽ തൻ്റെ കാര്യം നേടും. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും ശക്തമായ നിയമം ചെയ്യും. ദാനിയേൽ 9:27. മലയാളത്തിൽ നിയമത്തെ കഠിനമാക്കുമെന്ന, ഇംഗ്ലീഷിൽ ഹി വിൽ മേക്ക് സ്ട്രോങ് കവനന്റ് ഫോർ മെനി ഫോർ എ വീക്ക്. 7 വർഷം. അതെ, 1 ലോക ജനതയോടെ സാമ്പത്തിക കാര്യം, 2 കൈവിടപ്പെടുന്ന ക്രൈസ്തവ സഭയോടെ, അതാ കള്ളപ്രവാചകൻ. 3 യഹൂദനോട് പറയും, നിനക്ക് ഞങ്ങൾ ആലയം പണിയാൻ അനുവാദം മേടിച്ചു തരാം. അവിടെയാണ് ക്ലൂ പോയിന്റ്. ആലയം കിട്ടും. 95 വസ്തുക്കൾ വേണം ആലയം നിർമ്മിക്കാൻ. അത് 95 പേരുടെ കയ്യിലുണ്ട്. അനുവാദം കിട്ടിയാൽ 14 ദിവസം കൊണ്ട് ആലയം നിർമ്മിക്കാൻ സംഗതി റെഡിയാണ്. അവർ സ്ഥലം കണ്ടുപിടിച്ചു. ഡോം ഓഫ് ആർക്കൊക്കെ ആയിരുന്നു പണ്ട് പറഞ്ഞത്. അതൊന്നും അല്ല. അലക്സ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഇന്നത്തെ വിലാപമതിലിൻ്റെ ആ ഭാഗമാണ് അവർക്ക് ആവശ്യം. ആ ദേവാലയം പണിയുവാൻ അവർ 95 വസ്തുക്കൾ വേണം. നിങ്ങൾക്കറിയാമോ, DNA ടെസ്റ്റ് നടത്തി ലേവിയ ഗോത്രക്കാരെ, മശിക വരുന്നു, രാജാവായിട്ട് വരുന്നു, നമ്മുടെ രാജ്യം മശിക ഭരിക്കും, അപ്പോൾ ആലയത്തിൽ യാഗങ്ങൾ കഴിക്കാൻ DNA ടെസ്റ്റ് നടത്തി ലേവിയ ഗോത്രക്കാരെ അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക മശിഹായെ സ്വീകരിക്കാൻ. നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ഒരു TV ഏതെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നോക്കിക്കേ. ഒരുപാട് പുസ്തകങ്ങൾ പുറകെ വെച്ചോണ്ട് റബിമാരെ പഴയ നിയമം തുറന്ന് മശിഹായെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും.
ദേവാലയം പണിയുവാനുള്ള എഗ്രിമെൻ്റ് മേടിച്ചു കൊടുക്കും. അതാണ് അവൻ ദേവാലയത്തിൽ ഇരുന്നു എന്ന് കാണാൻ 2 തെസ്സലോനിക്കർ 2:4. ആ ദേവാലയം പണിയാൻ അനുവാദം കിട്ടുമ്പോൾ അതിന് പകരമായിട്ട് ഇവർ ജെറുസലേം ജാതികൾക്ക് കൊടുക്കും. അപ്പോൾ നോക്കിക്കോണം, ഇവരോർക്ക് ഇവനാ മശിഹ, ഇവ മശിഹയാന്ന് പറയും. കാരണം നമുക്ക് ദേവാലയം പണിയാൻ മേടിച്ചു തന്നു, ഇതിനു മുമ്പ് ആരെ കൊണ്ട് സാധിച്ചില്ല, ദേവാലയം കിട്ടിയില്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ തനിനിറം കാണിക്കും. വെളിപ്പാട് 13:14 എന്തുവാ? മൃഗത്തിൻ്റെ പ്രതിമ നമസ്കരിക്കേണ്ടതിനും നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കും. അതാണ് ഇന്ന്, അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. തന്മയത്വമായി മനുഷ്യരെ കയ്യിലെടുത്തു കഴിഞ്ഞു AI. നമ്മുടെ ഇവിടെയൊക്കെ വളരെ കുറവാണ്. മാക്സിമം റോഡിൽ ട്രാഫിക്കുകാരെ പിടിക്കാൻ വെച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. പക്ഷേങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ സകല പരിപാടിയും AI. സകല പരിപാടി AI. എന്തിനാ? ജനത്തെ അങ്ങ് അടുപ്പിക്കുക, ആകർഷിച്ച്. ഓഫീസുകളിലെല്ലാം കൈകാര്യം ചെയ്യുന്ന AI. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മിക്ക ഓഫീസുകളിലും ആളുകളെ വേണ്ട. നിങ്ങളുടെ ആരെങ്കിലും UAE-ലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ വിളിച്ചു ചോദിച്ചേ, മുഴുവൻ AI. കേരളത്തിലും വരുന്നു. നമ്മുടെ വിഷയം, നമ്മുടെ പ്രായമുള്ള നമ്മുടെ ആളുകളെ നോക്കാൻ ആരുമില്ല. ഇനിയിപ്പം ബംഗാളിയാ കൈയും കാലും തിരുമ്പി അവനും പോയി. ഇപ്പം അതിനും വരുന്നു, AI വരുന്നു. AI വരുന്നു. ഇവിടെ കേരളത്തിലേക്ക് വരാൻ പോവുക. AI വേഗം വരും. ഒരിക്കൽ കാശ് കൊടുത്താൽ മതി. കറക്റ്റ് സമയത്ത് വേണ്ടുന്ന ഗുളിക തരാതരം എടുത്ത് തരും, ഷർട്ട് എടുത്ത് തരും, കുക്ക് ചെയ്ത് തരും, കാല് തിരുമ്മി തരും, കൈ തിരുമ്മി തരും, കയ്യെ പിടിച്ച് നടത്തും, കുളിപ്പിക്കാൻ കൊണ്ടുപോകും, വരുന്നു. ഇത് കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കുന്നത്? പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു മർമ്മമുണ്ട്. കൃത്രിമ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സകല ഇമേജ് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സകലത്വം അവൻ്റെ പ്രതിമ വെളിപ്പെടും. അതിൻ്റെ ട്രയൽ വിജയിച്ചു ജർമ്മനിയിൽ. കഴിഞ്ഞതിൻ്റെ തലേ വർഷം ഒരു ഇവാഞ്ചലിക്കൽ പള്ളിയിൽ 400ഓളം വിശ്വാസികളോട് ചെന്നപ്പം പുതിയ പാസ്റ്റർ ശുശ്രൂഷകൻ 40 മിനിറ്റ് പുള്ളി പ്രസംഗിച്ചു. അതിശക്തമായ പ്രസംഗം. ജനമന്തി ഒരു പരിചയമില്ല. പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അഭിമാനമുണ്ട്, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പാസ്റ്ററാണ് ഞാൻ. ജനം അന്തിച്ചു പോയി. പിന്നെ ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു, ഈ യോഗം തീർന്ന് പോകുമ്പോൾ ഇതിൻ്റെ ഭാരവാഹികൾ എന്നെ എടുത്ത് സൈഡ് റൂമിൽ കൊണ്ട് പ്ലഗ് കുത്തി ഇട്ടേക്കണം, അടുത്ത ആഴ്ചത്തേക്ക് എനിക്ക് ചാർജ് കിട്ടാൻ. മനസ്സിലായോ? അവർക്ക് സന്തോഷം. എന്നാ അറിയോ? ഈ പാസ്റ്റർ വീട്ടിൽ വരത്തില്ല, ചായ കൊടുക്കണ്ട, കൈമടക്ക് കൊടുക്കണ്ട. ഈ പാസ്റ്റർക്ക് പാസനേജ് കൊടുക്കണ്ട, കാറ് കൊടുക്കണ്ട, പെട്രോൾ കൊടുക്കണ്ട. പുള്ളി അവിടെ കിടന്നോളും, കുത്തിയിട്ടാൽ മതി, പിറ്റേ ആഴ്ച ചാർജ് ആകും. അതുവരെ ലോകത്തിൽ സംഭവിച്ചെങ്കിൽ നോക്കിക്കേ, ബുദ്ധിയുള്ളവർ ചിന്തിച്ചുകൊള്ളുക. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കണമെന്നും അവൻ നിയമമിടും. കാരണം അവന് ഭൂമിയിൽ ദൈവമാകണം. അടുത്തത് കേട്ടോണം, ഇസ്രായേൽ ഒരു വലിയ വിഭാഗം ചെറുക്കും. അപ്പോഴാണ് പീഡ. അപ്പോൾ എനിക്ക് സമയം പോയി. റഷ്യ കയറി വരും. അതിനായി ഇപ്പോഴത്തെ ഉക്രൈൻ യുദ്ധം അറിയോ? കമ്പിവാചകം പോലെ പറയാം. ഉക്രൈൻ യുദ്ധം എന്തിനാണെന്നറിയാവോ? ഒറ്റ വാക്യത്തിൽ പറഞ്ഞു നിർത്താം. ഉക്രൈൻ യുദ്ധം 2014 അവർ പറഞ്ഞു, ഞങ്ങൾ 2024 ശേഷം ഞങ്ങളുടെ മുഴുവൻ കപ്പലുകളും ബ്ലാക്ക് സീയിൽ ഞങ്ങൾ ഡിപ്ലോയ് ചെയ്യും, ആറ്റം കപ്പലുകൾ. ഉക്രൈൻ ആരാ, റഷ്യ ആരോ എന്നൊക്കെ പറയേണ്ടതാണ്. ഉക്രൈൻ ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഇന്നും വിശ്വാസ സ്നാനം ഗവൺമെൻറ് സപ്പോർട്ടിൽ നടത്തുന്ന രാജ്യമാണ്. 2, ഏറ്റവും അധികം യഹൂദന്മാരെ 2ാം ലോകമായ യുദ്ധത്തിൽ സംരക്ഷിച്ച രാജ്യമാണ്. 3, പണ്ട് സേരസിനോട് ഹാമാൻ്റെ ഭാര്യ പറഞ്ഞു, സേരസ് ഹാമാനോട്, നീ ഏത് കളി കളിച്ചാലും മൊർദെഖായിട്ടിരിക്കാൻ നേടത്തില്ല, കാരണം അവൻ ആരാ? നമ്മുടെ വഴി അവൻ പെന്തിക്കോസുകാരനാണ് എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന സെലൻസ്കി യഹൂദനാണ്. എന്നാന്നറിയോ ഈ യുദ്ധം പിടിക്കാൻ കാരണം? ഒത്തിരി ചരിത്രമുണ്ട്, ഞാൻ വേഗം പറയാം. ബ്ലാക്ക് സീ റഷ്യക്ക് വേണം. ബ്ലാക്ക് സീ വേണമെങ്കിൽ ഉക്രൈൻ കയ്യിൽ വേണം. ഇപ്പം അറേബ്യൻ കടൽ ഒരു പരിപാടി ഇന്ത്യ ഗവൺമെൻറ് നടത്താൻ പഞ്ചാബുകാരെ കൊണ്ടോ ബീഹാറുകാരെ കൊണ്ടോ പറ്റത്തില്ല, കേരളം വേണം. ഇതുപോലെ
യെഹെസ്കേൽ പുസ്തകം 38:9 പറയുന്നുണ്ട്, നീ മഴക്കോൾ പോലെ വരുമെന്ന്. നീ എങ്ങനെ വരും പറഞ്ഞേ? മഴക്കോൾ വരുന്ന റോഡിൽ കൂടെ ആണോ? എതിലെയാ വരുന്നത്? ആകാശത്തിൽ കൂടെ. അപ്പൊ ഇന്നത്തെ ഭാഷയെ മഴക്കോൾ എന്നതാ മിസൈൽ. ആശയം മനസ്സിലായോ? ഇവന്റെ കപ്പലുകൾ ബ്ലാക്ക് സീയിൽ കൊണ്ടിട്ടിട്ട് അവിടുന്ന് മിസൈൽ അടിച്ചാൽ അവിടുന്ന് 800 മൈലേ ഉള്ള ജെറുസലേം, ഇവന്റെ മിസൈലിന്റെ സ്പീഡ് 700 മൈല. 1 മണിക്കൂറും 5 മിനിറ്റും കൊണ്ടും ഇവൻ മിസൈൽ അടിച്ച് അവിടെ തുരുതുര വർഷിപ്പിച്ച് ഇസ്രായേലിനെ വല്ലാണ്ടാക്കുമ്പോഴാണ് ഇസ്രായേൽ അഭയാർത്ഥികളായി മരുഭൂമിയിലേക്ക് ഓടിപ്പോകും. 12:14. പക്ഷെങ്കിൽ ദൈവം ഇവനെ ശിക്ഷിക്കും. അതും സയൻസ് കണ്ടുപിടിച്ചു. റഷ്യയുടെ അവസാനം അവിടെ. നിങ്ങൾ 38, 20, 21, 22 വീട്ടിൽ പോയി വായിക്കണം. 20 കാണാം. എന്നറിയോ? അതിശക്തമായ ഭൂകമ്പം അടിക്കും. റഷ്യൻ പട്ടാളം ഇസ്രായേലിനെ കവർ ചെയ്ത് നിൽക്കും. അവിടെ ഭൂകമ്പം ഉണ്ടാവും. റഷ്യൻ പട്ടാളം നശിക്കും. 2, ഒരു പാലക്കടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പം വരും. റഷ്യൻ പട്ടാളം തമ്മിലടിക്കും. 3-ാമത്തത് ഗൗരവം. കർത്താവ് എഴുതിയിട്ടുണ്ട് 21-ാമത്, ഞാൻ തീ അയക്കും. ഇതൊക്കെ ഒടുവിൽ വെളിപ്പെട്ടത് കണ്ടോ? ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാ മൊനാഷ് യൂണിവേഴ്സിറ്റി. അവർ ലോകം മുഴുവൻ പരിശോധന നടത്തിയപ്പം ഈ പറഞ്ഞ കരിങ്കടലുണ്ട്, ബ്ലാക്ക് സീക്ക് ഒരു പ്രത്യേകത. അതിനകത്ത് ഉപരിതല മത്സ്യമേ ഉള്ളൂ, ആഴക്കടൽ മത്സ്യമില്ല. നമ്മുടെയൊക്കെ കടലിൽ ആദ്യം ഉപരിതല മത്തിയും കയലയും ഈ ഒക്കെ ഉപരിതലമാണ്. ആഴക്കടൽ മത്സ്യമാണ് വലുത്. ഒറ്റ ആഴക്കടൽ മത്സ്യം ബ്ലാക്ക് സീയിലില്ല. എടാ ഇതെൻ്റെ കാര്യം എന്തറിയണ്ടേ? അവർ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 100 അഗ്നിപർവ്വതം പൊട്ടാൻ റെഡിയായിട്ട് നിൽക്കുക. അതിനടിയിൽ 1ഉം 2ഉം അല്ല, 100 എണ്ണം അവർ എണ്ണി. ഏത് സമയത്ത് എക്സ്പ്ലോഷൻ നടക്കും അത് ഈ മത്സ്യങ്ങൾക്ക് മനസ്സിലായി. അതാ മാറിയത്. അപ്പോൾ ഈ യുദ്ധം സോവിയറ്റ് റഷ്യ മിസൈൽ അടിക്കുമ്പോൾ തമ്പുരാൻ ഈ അഗ്നിപർവ്വതം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അടിച്ച് മേലോട്ട് വിടുമ്പോൾ, തീ കത്തുമ്പോൾ കിഴക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ റഷ്യ കത്തി ചാമ്പലാകുമെന്ന് ബൈബിള് പറഞ്ഞിരിക്കും. നടക്കാൻ പോവുകയാണ്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകും. ഇതിനിടയിൽ 2 സാക്ഷികളെ അയക്കും. നിങ്ങൾക്കറിയാം, ഞാൻ ആ പേരൊന്നും പറയത്തില്ല. ഏലിയാവ് മോശയാണെന്നൊക്കെ ആ ധാരണ, അതങ്ങനെ ഇരുന്നോട്ടെ. ഒരു വാക്യം നിവർത്തിച്ചു കഴിഞ്ഞു. വായിക്കാം. വെളിപ്പാട് 11:8 ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. 11:8 അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. മൊബൈലുള്ളവരെല്ലാം ഒന്ന് എടുക്കണേ. ഞാൻ ദൈവദാസന്മാരുടെ അനുവാദത്തോടെയാ. മൊബൈലുള്ളവർ, ഗൂഗിളുള്ളവർ എടുക്കണം പ്ലീസ്. നിങ്ങളെ തെളിവ് തരാനായിട്ടാ. എടുത്തോ, ഒരു കുഴപ്പമില്ല. ഇപ്പം വേറെ മാന്താനല്ല, ഞാൻ പറയുന്ന കാര്യം നോക്കാനാ. എടുത്താട്ടെ പ്ലീസ്. സൗകര്യമാർക്ക് മൊബൈൽ നോക്കാൻ അറിയാവുന്ന എടുക്കാം. നിങ്ങൾക്ക് നേരിട്ട് കാണാം ഈ സംഭവം. വായിച്ചാട്ടെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. എവിടെയാണെന്നറിയാം? ആത്മീയമായി സോദോം, മഹാനഗരമാകുന്ന ജെറുസലേമിനെ 2000 വർഷം മുമ്പ് പ്രവാചകൻ പറയുന്നു, ഈ വിശുദ്ധ നഗരത്തിന് ഒരു പേര് കിട്ടും. എന്നതാ? പറ. സോദോം. സോദോം എന്ന് പറഞ്ഞാൽ എന്നാ? സെയിം സെക്സ്, സ്വവർഗ ഭോഗം, ഹീനമായ പാപം. 2000 വർഷം മുമ്പ് യോഹന്നാൻ എഴുതി, ഈ വിശുദ്ധ നഗരം, ക്രിസ്ത്യാനികൾക്ക് 10 പ്രത്യേകത, മറ്റു മതങ്ങൾക്ക് 3 പ്രത്യേകതയുള്ള വിശുദ്ധ നഗരം, ഇതിനെ സോദോം എന്ന് പേര് കിട്ടുമെന്ന്. ഇനി നിങ്ങളെ മൊബൈൽ എടുത്തിട്ട് ഞാൻ പറയുന്നൊന്ന് അടിക്കണം. ഇംഗ്ലീഷ് അടിക്കാൻ അറിയാതെ പ്ലീസ്. ജെറുസലേം ഗേ പരേഡ് 2024. ജെറുസലേം ഇംഗ്ലീഷ് ഗേ, GEY, ഗേ. പരേഡ് PARODE, പരേഡ് 2024 എന്ന് അടിച്ചിട്ട് കിട്ടുന്ന പടം കിട്ടിയ സഹോദരനോ സഹോദരിയോ ഒന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ജെറുസലേം ഗേ പരേഡ് 2024 or 25 അടി. ഗേ പരേഡ് GEY അടിക്കണം. ഗേ, ജെറുസലേം ഗേ പരേഡ്. ഗേ എന്ന് പറഞ്ഞാൽ ചാക്കോച്ച കുഞ്ഞപ്പനെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേര് ഗേ. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ അന്നമ്മ കുഞ്ഞമ്മയെ കല്യാണം കഴിക്കുന്ന ലെസ്ബിയൻ. ആർക്കെങ്കിലും കിട്ടിയെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കണം. ജെറുസലേം ഗേ പരേഡ് ഉണ്ടെങ്കിൽ ദയവായിട്ട് അതിലോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ ഒക്കത്തില്ലായിരിക്കും അല്ലേ പാസ്റ്ററെ? അതിലിടാൻ ഒക്കുമോ മോനെ? അതിനകത്തൊന്ന് ഇടാവോ? എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. ജെറുസലേം ഗേ പരേഡ്.
കിട്ടിയവരൊന്ന് പൊക്കി കാണിച്ച്, കൈ പൊക്കി കാണിച്ച്. ആർക്കെങ്കിലും കിട്ടിയോ? ആ, നിങ്ങൾ നോക്കിക്കോ, ശരി കിട്ടോ. ജെറുസലേം ഗേ പരേഡ് 2024. അണ്ട താഴത്ത് അത് തന്നെ, ദാറ്റ് കൊടിയുള്ളത് അത് അവിടെ നിൽക്കട്ടെ, അതവിടെ എന്തോണം. 2000-ൽ പരം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവരുടെ സിമ്പലാണ് മഴവില്ലിൻ്റെ നിറമുള്ള 7 കൊടി, 7 കളറുള്ള കൊടി. ആ കൊടിയും പിടിച്ചുകൊണ്ട് ജെറുസലേം, നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ എൻ്റെ നിങ്ങളുടെ പാപം വഹിക്കാൻ നടന്നുപോയ വഴിയിൽ കൂടി ഈ ഹീനമായ പാപം ചെയ്യുന്നവർ പോലീസ് പ്രൊട്ടക്ഷനോടെ ഒരു ഘോഷയാത്ര നടത്തിയതാണ് ഈ കാണുന്നത്. ഞങ്ങൾ സ്വവർഗഭോഗികളാണ്, ഞങ്ങൾ ജെറുസലേം നിവാസികളാണ് എന്ന് പറഞ്ഞ് അവർ ജെറുസലേമിൽ കൂടി നടക്കുന്നത് 2000 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് എഴുതിയത് നിവർത്തിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറയെ, എൻ്റെ പ്രിയൻ, ഈ തലമുറയെ വരാൻ ഇനി ഒരു താമസവുമില്ല. മോനെ ഗൗരവം മനസ്സിലായോ? സംഗതി എല്ലാം തീർന്നു. ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 8:30 റാപ്ചറിന് എങ്ങനെ എതിർ ക്രിസ്തുവിന് അധികാരം കിട്ടും? മോനെ ഇങ്ങോട്ട് തന്നെ, ഞാനൊരു പടം തരാം, എന്നിട്ട് ആവുമെന്ന് നോക്കണേ പ്ലീസ്. മോനെ അവിടെ ഇരിക്കുന്ന മോനെ, എങ്ങനെ എതിർ ക്രിസ്തുവിന് ഈ ഭൂമി കിട്ടും? എങ്ങനെ അവൻ ഭരിക്കും? ആരെങ്കിലും രാജ്യം വിട്ടുകൊടുക്കും? ട്രൈ ചെയ്യണം, ഞാൻ പറയുമ്പോഴേ കാണിക്കാവുള്ളൂ. കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ സഭ എടുക്കപ്പെടും, പക്ഷെങ്കിൽ അതിൻ്റെ ആക്ഷൻ ലോകത്തിന് വഹിക്കാനൊക്കത്തില്ല. സഭ എടുക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ, കർത്താവിൻ്റെ ഗംഭീരനാഥം, പ്രധാനദൂതൻ്റെ സഭ, ദൈവത്തിൻ്റെ കാഹളം. പക്ഷെ സഭ എടുക്കപ്പെടുന്നത് ഒരാളെ മേലോട്ട് കൊണ്ടുപോയി. ആരെയാ? ഏലിയാവിനെ. എങ്ങനെയാണ് കൊണ്ടുപോയത്? 2 രാജാക്കന്മാർ 2ന്റെ പകുതി പറയാം. ഏലിയാവും എലീശായും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. ഏലിയാവ് എങ്ങനെ കയറിപ്പോയി അറിയാമോ? ചുഴലിക്കാറ്റിൽ. എന്തോ കയറിപ്പോയി? ചുഴലിക്കാറ്റിൽ. സയൻസ് ഭയപ്പെടുന്നു, നമ്മുടെ കടലാകെ തകരുകയാണ്. കടൽ 3 ഭാഗമാണ്: എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ. ഇതാണ് കടൽ. എന്നാൽ എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ സിസ്റ്റത്തിലാണ്. കാരണം കടലിനടി പ്രഷർ കൊടുക്കാനാണ്. കടലിനടിയിൽ 5 കിലോമീറ്റർ വരെ അഗ്നിപർവ്വതമുണ്ട്. അത് പൊട്ടാതിരിക്കാൻ പ്രഷറാത്. സഹോദരിമാർ വിനാഗിരി കാർക്കിട്ട് അടയ്ക്കുന്ന പോലെ. 2001 തെക്കൻ അമേരിക്കയിൽ ഇക്കഡോറിൽ ഒരെണ്ണം പൊട്ടി കിഴക്കേട്ട് വന്നതാണ്. ഇവിടെ ഇന്തോനേഷ്യ വന്ന് ഒടുവിൽ അടിഞ്ഞാണ് ഒരു ഭൂകമ്പം ഉണ്ടായ, സുനാമി ഉണ്ടായത്. ചൂട് കൂടിയാൽ ഏത് സമയത്തും അതിശക്തമായ ചുഴലിക്കാറ്റ് വരാമെന്ന് സയൻസ് മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. ചുഴലിക്കാറ്റിൻ്റെ താണ്ഡവം നമ്മളെല്ലാം TV വഴി കണ്ടവരാണ്. നമ്മുടെ രാജ്യത്തിലും അടുപ്പിച്ചത് കർത്താവ്. നമ്മുടെ രാജ്യത്ത് അടിച്ചതിൻ്റെ പേരാ ഓഖി. ഓരോ രാജ്യക്കാർക്കും ഓരോ പ്രാവശ്യത്തെ ചുഴലിക്കാറ്റിനും ഓരോ രാജ്യത്തിന് ആ ചോയ്സ് പേരിടാൻ. അങ്ങനെയാണ് റീത്ത, മാത്യു, കാത്തുകുട്ടർ എന്നൊക്കെ പേരിട്ടത്. ചുഴലിക്കാറ്റിൻ്റെ താണ്ഡവം നമ്മളെല്ലാം കണ്ടതാ. ഈ ഭൂമിക്ക് താങ്ങാനൊക്കത്തില്ല. യെരമ്യാ പ്രവചനം 25:31 പറയുന്നുണ്ട് ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവചനം 25:31. ഞാൻ 25:31 വായിച്ചാട്ടെ, വേഗം വായിക്കണം. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരം ഉണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനെ ഏൽപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക്, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഗതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണു കിടക്കും. അടുത്ത വാക്യം, അവരെ കുറിച്ച് ആരും വിലപിക്കത്തില്ല. അവരെ എടുത്ത് കുഴിച്ചിടത്തില്ല. നിലത്തിന് വളമായി തീരും. ദൈവമക്കളെ, ഒരു മൈനോറിറ്റി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അഭിഷേകമുള്ളവർ എടുക്കപ്പെടും. ബാക്കി അവശേഷിക്കുന്ന ജനങ്ങളിൽ പകുതിയും മുക്കാലും മരിച്ചു വീഴും. ഇതാ
ഫിലിപ്പൈൻസിലുണ്ടായ ഒരു ചെറിയ ചുഴലിക്കാറ്റിന്റെ താണ്ഡവം റോയിറ്റേഴ്സ് എടുത്തത്. അതിന്റെ പ്രിന്റ് എൻ്റെ ഞാൻ എടുത്തതാണ്, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ബോംബെയേക്കാൾ 4 മടങ്ങ് വലിപ്പമുള്ള ഒരു പട്ടണം ആക്രിക്കടയിൽ ഇരുമ്പ് കൂട്ടിയിട്ടിരിക്കുന്ന പോലെ കിടക്കുന്നത് കണ്ടോ? നേരിട്ട് കാണാം. റോയിറ്റേഴ്സ് എടുത്തതാ. ഫിലിപ്പൈൻസിലെ ഒരു തുറമുഖ നഗരമാണ്. ബോംബെയേക്കാൾ 4 മടങ്ങാ. ഒരു ചുഴലിക്കാറ്റാ. ആക്രിക്കടയിൽ ഇരുമ്പ് കൂട്ടിയിട്ടിരിക്കുന്ന പോലെ ലോകത്തിൽ മുഴുവൻ ഇത് സംഭവിക്കും. മതിമോനെ, ഇന്റർനെറ്റ് താഴെ വരും, വൈദ്യുതി താഴെ വരും, സൂര്യൻ മാറിപ്പോകും, റെയിൽവേ പാളങ്ങളല്ലേ ഇതിലേ പോകുന്ന അറിയത്തില്ല, എയർപോർട്ട് കാണത്തില്ല, കോടിക്കണക്കിന് ജനം ഇവിടെ മറിച്ച് കിടക്കും. ഇന്റർനെറ്റ് പോകും, ടെലിഫോൺ സിസ്റ്റം പോകും, ഈ ഇലക്ട്രിക് ടവറുകൾ താഴെ വരും, ഭൂമി അന്ധകാരമയമാകും, അണക്കെട്ടുകൾ പൊട്ടും. അറിയാവോ? ഭൂമി ജലപ്രളയം വരും, റേഡിയേഷൻ ഉണ്ടാകും. ഏതാ? ആറ്റം നിലയങ്ങൾ പൊട്ടും. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ടതാ. റേഡിയേഷൻ വരും, ജനങ്ങൾ റേഡിയേഷനേറ്റ് ഭയങ്കരമായിട്ട് മരിക്കാൻ തുടങ്ങും. ഒരു ചെറിയ റേഡിയേഷൻ 2013 ജപ്പാനിലുണ്ടായി. ചെറിയ 4 ഇഞ്ചേ കോൺക്രീറ്റ് കീറിയുള്ളൂ. 7 അടി കനത്തിലാണ് അതിൻ്റെ കോൺക്രീറ്റ്, റേഡിയേഷൻ വരാതിരിക്കാൻ. അതിൽ ഒരു ചെറിയ വിള്ളലുണ്ടായി 4 ഇഞ്ച്. നിങ്ങൾക്കറിയാവോ, 210 ജപ്പാൻകാരുടെ ശവം റോഡിൽ അടക്കാൻ ആളില്ലാതെ കടന്നു. ഇന്ത്യയിൽ നിന്നാണ് അത്യാവശ്യമായിട്ട് 25,000 കുപ്പി പ്ലെയിനിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് ആ പ്ലെയിൻ നേരെ ചാടിപ്പോന്നു, അവിടെ ഇറങ്ങിയില്ല. എങ്കിൽ ഈ ലോകത്തിലെ ബുദ്ധിമാന്മാർ വെച്ചിരിക്കുന്ന ആ നിലയങ്ങൾ പൊട്ടും, റേഡിയേഷൻ വരും, വൈദ്യുതി കാണത്തില്ല, കറണ്ട് കാണത്തില്ല. സക്കറിയാവ് 14:6 സൂര്യൻ മാറിപ്പോകും, സകലതും പോകും. ഈ കെട്ടിടത്തിൽ എന്ത് നടന്നതാണ് റോഡിൽ അറിയത്തില്ല. ശവങ്ങൾ കുമിഞ്ഞുകൂടും, അതോടൊപ്പം മുറിവേറ്റവരും ചതഞ്ഞവരും കാണും. ഒരടി നടക്കാൻ മേല. അതാണ് കർത്താവ് പറഞ്ഞത്, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി. അന്നേരം നെടുമ്പറം ദൈവസഭയിലെ വിശ്വാസി എവിടെ പോയെന്ന് ആരെങ്കിലും തിരക്കോ? ഇല്ല. അതാണ് റാപ്ചർ. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ കണ്ണുമയ്ക്ക് രൂപാന്തരപ്പെടും, നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ കുട്ടിച്ചോറാകുന്ന ഈ ലോകം ഭരിക്കാൻ ഒരു നേതാവിനും ഒക്കത്തില്ല. കാരണം അത്ര ഭയങ്കര സങ്കീർണ പ്രശ്നമാണ് ഇവിടെ. ഇന്റർനെറ്റും ഇല്ല, വെളിച്ചമില്ല, കറണ്ടില്ല, റേഡിയേഷൻ എല്ലാം. അപ്പോഴാണ് ഇവൻ വരും, അവൻ്റെ അത്ഭുത ശക്തി കൊണ്ട് ഇവനെല്ലാം നേരെയാക്കും. അപ്പോൾ പറയും, നീ ഭരിച്ചോളാൻ. അങ്ങനെ എതിർ ക്രിസ്തുവിന് കിട്ടും. അവൻ്റെ 10 രാജമുടി കൊണ്ട് പറയാൻ സമയമില്ല. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ദൈവമക്കൾക്ക് ഇത് ബാധകമല്ല, നമ്മൾ എടുക്കപ്പെടും.